الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. الحديث الأربعون نالبدامة حديث في وصاياه صلى الله عليه وسلم الجامعة للحكم والآداب. ധാരാളം ഹിക്മത്തുകളും ആദാബുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വസിയത്താണിത്. عن أبي ذر رضي الله عنه أنه قال قلت يا رسول الله صلى الله عليه وسلم തങ്ങളെ ഔസിനീൻ, എനിക്ക് വസിയത്ത് പറഞ്ഞു തരണം. قال أوصيك بتقوى الله. അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്യൽ കൊണ്ട് വസിയത്ത് പറയുന്നു. ഇനി തഖ്വാന്റെ മഹത്വമാണ്. ഫഇന്നഹാ സൈനുൽ ലിഅംരിക കുല്ലിഹി, നിന്റെ മുഴുവൻ കാര്യങ്ങൾക്കും അതൊരു ഭംഗിയാണ്. വഫീ റിവായത്ത് ഇബ്നു ഹിബ്ബാൻ ഫഇന്നഹു റഅ്സുൽ അംരി കുല്ലിഹി, എല്ലാ കാര്യത്തിൻ്റെയും അതിൻ്റെ തലപ്പ് ഹെഡ് പീസ് തഖ്വയാണ്. ഖുൽതു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്നി, പോരാ ഇനിയും പറയണം. ഖാല അലൈക ബിതിലാവത്തിൽ ഖുർആൻ, ഖുർആന്റെ തിലാവത്ത് മുറുകെ പിടിക്കണം. വദിക്രില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിൻ്റെ ദിക്റും മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞു. അതിന് മഹത്വം എന്താ? ഫഇന്നഹു ദിക്റുല്ലക ഫിസ്സമാ, വാനലോകത്ത് എനിക്കൊരു പ്രശസ്തിയാണത്. മലായികത്തിനോട് അല്ലാഹു തആല പുകഴ്ത്തു. വനൂറുല്ലക ഫിൽ അർളി, ഭൂമിയിൽ നിനക്ക് പ്രകാശവുമാണത്. ഖുൽതു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്നി. ഖാല അലൈക ബിതൂലി സംതി, എന്ന് പറഞ്ഞാൽ മുണ്ടാതിരിക്കൽ നീട്ടിക്കോ, അതായത് കൂടെ സംസാരിക്കണ്ട. ഫഇന്നഹു മതറദത്തുൽ ലിശൈത്വാൻ, അത് ശൈത്വാനെ ആട്ടുന്ന സാധനമാണ്. വഅൗനുൽ ലക അലാ അംരി ദീനിക, നിന്റെ ദീനിൻ്റെ കാര്യത്തിൻ്റെ മേൽ അത് സഹായമാണ്. സംസാരം വർദ്ധിപ്പിച്ചാൽ എന്താകും? ദീൻ കാര്യം ചെയ്യാൻ കഴിയൂല. ഖുൽതു സിദ്നി എന്ന് പറഞ്ഞു. ഖാല ഇയ്യാക വകസറത്തുൽ ളഹ്ക്, കൂടുതൽ ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഫഇന്നഹു യുമീതുൽ ഖൽബ, അത് കൽബിനെ മരിപ്പിച്ചു കളയും. വയദ്ഹബു ബിനൂരിൽ വജ്ഹി, മുഖത്തിൻ്റെ പ്രകാശം അത് ഇല്ലാണ്ടാക്കി കളയും. ഖുൽതു സിദ്നി. ഖാല ഖുലിൽ ഹഖ് വഇൻ കാന മുർറാൻ, ഹഖ് പറയണം, അത് കൈപ്പുള്ളതായാലും പറയണം, എന്നുവെച്ചാൽ ഇഷ്ടപ്പെടാത്തതായാലും. ഖുൽതു സിദ്നി എന്ന് പറഞ്ഞപ്പോൾ ഖാല ലാ തഖഫ് ഫില്ലാഹി ലൗമത ലായിം, ഒരു കാര്യം പ്രവർത്തിക്കുകയോ പറയുകയോ എന്തായിക്കട്ടെ ചെയ്യുന്ന അവസരത്തിൽ അല്ലാഹു തആലാക്ക് പറ്റിയതാണെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം നോക്കേണ്ടതില്ല. എന്നുകൊണ്ട് നാലാൾ കൂടിയ നമ്മ പണ്ട് കഴുതന വാങ്ങിയ ചരിത്രം പറഞ്ഞില്ലേ? അത് കഴുതന അവസാനം കൊണ്ടുനടക്കാൻ കഴിയാണ്ടായി അവസാനം വിൽക്കാൻ തീരുമാനിച്ചാൽ എന്താ വാങ്ങിക്കൂടെ നിൽക്കും. വാങ്ങിയാൽ നേർപ്പറയപ്പെട്ട അഭിപ്രായം വരും. എന്താ രണ്ടാളും കയറിയത്? ഒരാൾക്ക് മാത്രം കയറിയാൽ പോരെ. ഒരാൾ കയറിയപ്പം പറഞ്ഞ ഉപ്പ കയറിയാൽ പോരെ, മോനെന്തിനി മോനൊക്കെ എത്തിയാൽ പോരെ, ഉപ്പാനെന്തിനി. രണ്ടാളും കഴിഞ്ഞാൽ പറയുമ്പോൾ എന്തിനാ കഴുതന വാങ്ങിയനി. അപ്പോൾ മറ്റുള്ള ആൾ അഭിപ്രായം നോക്കിയാൽ സംഗതി പിരാന്തായി പോകും. അത് അല്ലാഹു തആലാക്ക് ഇഷ്ടമുള്ള കാര്യമാണോ, ദീനിൽ അംഗീകൃതമാണോ എന്നവരോടെ. ഖുൽതു സിദ്നി. ഖാല ലിയഹ്ജുസ്ക അനിന്നാസി മാ തഅലമു മിൻ നഫ്സിക എന്ന് പറഞ്ഞു. നിന്റെ സ്വന്തം നഫ്സിലുള്ള അയ്ബുകൾ കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്താക്കണം, ജനങ്ങളെ പറയുന്ന തൊട്ട് തടയട്ടെ. നിൻ്റെതും വെച്ചിട്ട് ജനങ്ങളെ പറയുന്നതിന്. അപ്പം മാ തഅലമു മിൻ നഫ്സിക മിനൽ ഉയൂബ്, ഐബുകളാൽ നിന്റെ നഫ്സിൽ നിന്ന് നീ അറിയുന്ന കാര്യം ഒന്നെന്താക്കട്ടെ, ജനങ്ങളെ പറയുന്ന തൊട്ട് തടയട്ടെ. റവാഹുൽ ഇമാം അഹ്മദ് വത്തബറാനി വഇബ്നു ഹിബ്ബാൻ ഫീ സഹീഹിഹി വൽ ഹാക്കിം വൽ ലഫ്ളു ലഹു, ആർക്ക്? ഹാക്കിമിൻ്റെ ലഫ്ളാണ്. വഖാല സഹീഹുൽ ഇസ്നാദ്, അത് ഹദീസിനെ പറ്റി മൂപ്പർ എന്താക്കുവാൻ പറയും. വജാഅ ഫീ റിവായത്തി സഹീഹ് ഇബ്നു ഹിബ്ബാൻ ബഅദ ഖൗലിഹി ഇയ്യാക വകസറത്തുൽ ളഹ്കി എന്ന് പറഞ്ഞില്ലേ, അവിടെ ഒന്നും കൂടി വിട്ടിട്ടുണ്ടെന്നാണ്. ഖുൽതു യാ റസൂലല്ലാഹ് സിദ്നി അലൈക ബിൽ ജിഹാദ്,
നീ മുജാഹദ ചെയ്തുകൊണ്ടിരുന്നോ ഫൈനഹു റഹ്ബാനിയത്തു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേക ആരാധന കർമ്മമാണ്. മറ്റോരെന്താക്കും റഹ്ബാനിയത്ത്, അത് അള്ളാഹു ഖുർആൻ വെച്ചിട്ടേ ഇല്ല എന്നല്ലേ. റഹ്ബാനിയത്തിന് ഇബത്തദഅുഹ, അതായത് നസാറാക്കളെ അങ്ങനത്തെ ഒരു ചടങ്ങില്ല. ഖുൽതു യാ റസൂലല്ലാഹ് സിദ്നി എന്ന് പറഞ്ഞപ്പോൾ ഖാല അഹിബ്ബൽ മസാകീന വജാലിസുഹും, മിസ്കിന്മാരെ നീ സ്നേഹിക്കണം, അവരെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഖുൽതു യാ റസൂലല്ലാഹ് സിദ്നി ഖാല ഉൻദുർ ഇലാ മൻ ഹുവ തഹ്തക, നിന്റെ താഴെ കഴിഞ്ഞുകൂടുന്ന, അതായത് അത് അഫിൽ ഉമൂരി ദുന്യവിയ്യത്തി, ദുന്യവിയ കാര്യങ്ങളിലാണ് താഴോട്ട് നോക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് അല്ലാഹു തആല അവനേക്കാൾ ഉപരി എനിക്ക് നിഅമത്ത് ചെയ്തു എന്ന് കാണും. മേലോട്ട് നോക്കിയാൽ എനിക്ക് ഒറ്റത്തട്ടയുള്ള മോനിക്ക് 100 തട്ടുണ്ട് എന്നാണ് പറഞ്ഞില്ലേ. എനിക്ക് എത്രയാ ശമ്പളം? 1500 റുപ്യ. ഓ, മറ്റോന് 10,000 ഉണ്ടല്ല, 8500. എനിക്ക് എന്താ ഉള്ള കുറച്ച് തന്നെ. അപ്പൊ ദുന്യാവിൽ മേലോട്ട് നോക്കാൻ പാടില്ല. ചില ആഖിറത്തിൽ അല്ല, ദുന്യാവിൽ ആഖിറത്തിൽ എന്താ വേണം? മേലോട്ട് നോക്കണം. നമ്മെന്താ പഠിച്ചത്? ഒന്നുമില്ലാത്ത മഹർഷിന്റെ പടി കാണാത്താൻ അപേക്ഷിച്ച് ഞാനെന്നല്ലോ പഠിച്ചിട്ടില്ലേ. അപ്പൊ ഇപ്പം വലിയ പണ്ഡിതനാവും. മേലോട്ട് നോക്കി ഷാഫി ഇമാമിനെ കണ്ടു നോക്കിയാൽ ഓറയിൽ ഒരു മണം ചെയ്യണ്ടേ അവിടുത്ത്. അതാ വലാ തൻദുർ ഇലാ മൻ ഹുവ ഫൗഖക, ഉമൂറു ദുന്യവിയ്യത്തിൽ ഫഇന്നഹു, ആ നോട്ടം അജ്ദറു അല്ലാ തസ്ദരിയ നിഅമത്തുല്ലാഹി ഇൻദക, അല്ലാഹു തആല നിന്റെ അടുക്കൽ ചെയ്ത നിഅമത്തിനെ കുറഞ്ഞു കാണാതിരിക്കാൻ പറ്റിയ സംഗതിയാണ്. അല്ലെങ്കിൽ അള്ളാഹിനെ പറ്റി ഇങ്ങനെ പരാതിയാവും, എന്തൊരു നീതികേടായത്. ഞാനീ നാട്ടിലെ പൗരനല്ലേ, ഓനിക്കെന്താ അങ്ങനെ കൊടുത്തു, ഓനിക്ക് 1 ഏക്കർ ഭൂമിയുണ്ട്, എനിക്ക് 5 സെന്റേ ഉള്ളൂ, 95 കുറവാണ്. ഖുൽതു യാ റസൂലല്ലാഹ് സിദ്നി എന്ന് പറഞ്ഞ ഖാല ഖുലിൽ ഹഖ വഇൻ കാന മുർറൻ, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഖുൽതു യാ റസൂലല്ലാഹ് സിദ്നി എന്ന് പറഞ്ഞപ്പോൾ യറുദ്ദക അനിൻ നാസി, ജനങ്ങളെ തൊട്ട് നിന്നെ തടയണം. മാ തഅലമുഹു മിൻ നഫ്സിക, നിന്റെ നഫ്സിൽ കാണുന്ന ഐബുള്ളതുകൊണ്ട് ആ ഐബ് എന്താക്കണം? മറ്റുള്ള ആളെ പറയാൻ നിന്നെ തടഞ്ഞെടുക്കണം. അതാണ് നേരത്തെ പറഞ്ഞത്. ലംനഅക അനി തകല്ലുമ ഫിന്നാസി വൽ വഖീഅത്തി ഫീഹിം, ജനങ്ങളുടെ അഭിമാനത്തിൽ കൈകടത്തലിനെ തൊട്ടും അവരെ പറ്റി കുറ്റപ്പെടുത്തലിനെ തൊട്ടും തടയണം. മാ തഅലമു ഫീ നഫ്സിക മിനൽ ഉയൂബ്, ഐബുകളാൽ നിന്റെ നഫ്സിൽ നീ കാണുന്നുണ്ടല്ലോ. ഫകല്ലമാ തഖ്ലു അൻത മിൻ ഐബി യുമാസിൽ ഉയൂബൻ നാസ്, ജനങ്ങളെ ഐബുകൾക്ക് തുല്യമായ എത്രയോ ഐബ് നീ ഒഴിഞ്ഞിട്ടില്ല. ആ അക്ബഹ മിന്നൽ, അതിനേക്കാൾ കടുപ്പുള്ളതുണ്ടാവും. വാ അൻത തശ്ഉറു ഔ ലാ തശ്ഉറു ബിദാലിക്, അത് നീ അറിയില്ല, ചിലപ്പോൾ അറിഞ്ഞില്ല എന്നും വരാം. പഴയകാലത്ത് പറയുന്നുണ്ടെന്ന് പെയിനിങ് ഉണ്ടെന്ന് ചുണ്ടൻ കൊടുത്ത് പെയിനിങ് വാങ്ങണ്ടെന്ന്, അല്ല പെയിനിങ് കൊടുത്ത് ചുണ്ടൻ വാങ്ങണ്ടെന്ന് എന്തോന്ന് പറയുന്നുണ്ട്. ചുണ്ടങ്ങ പെയിനിങ് ഏതാ ചെറുത്? അതടിയില്ലേ? അതെ, അത് അടി വാങ്ങുന്നില്ലേ? ഇനി ഖുൽതു യാ റസൂലല്ലാഹ്, അത് പഠിച്ചില്ലേ? വലാ തജിദു അലൈഹിം ഫീമാ യഗ്തൂൻ, അവർ കൊണ്ടുവരുന്ന ചില ഐബുണ്ട്, അതിൽ ഓരോട് നീ ദേഷ്യം പിടിക്കണ്ട, ആദ്യം നിന്നോട് തന്നെ ദേഷ്യം പിടിച്ചാൽ മതിയെന്ന്. വകഫാബിക ഐബൻ, എനിക്ക് ഐബൊന്നും ഇല്ലാന്നല്ലേ പറയുന്നത്, ഞാൻ വലിയ പരിശുദ്ധനാന്ന്. ഇത് നിന്റെ അത് വെച്ചിട്ട് മറ്റുള്ള കുറ്റപ്പെടുത്ത, അതന്നെ ഒരു ഐബായിട്ട് മതി. ജുമാക്ക് പറഞ്ഞില്ല, അൻസിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സംസാരമായി. വകഫാബിക ഐബൻ അൻ തഅരിഫ മിനൻ നാസി മാ തജ്ഹലുഹു മിൻ നഫ്സി, നിന്റെ നഫ്സിൽ നീ അറിയാതെ പോയ ഐബുകളുണ്ട്, അത് തന്നെ മതി. അത് ജനങ്ങളിൽ നീ കണ്ടെത്തുന്നുണ്ട്, എന്നാൽ അത് തന്നെ ഐബ്. വഫീ റിവായത്തി തബറാനി, തബറാനി ഇമാമിന്റെ റിവായത്തിലുണ്ട് വകഫാ ബിൽ മർഇ ഐബൻ അൻ യകൂന ഫീഹി 3 ഖിസാൽ. സമസ്വന്നിട്ടില്ല, ഒരു മനുഷ്യന് ഐബായിട്ട് മതി എന്ത്? 3 കാര്യം ഉണ്ടാകല്. ഒന്ന്, അൻ യഅരിഫ മിനൻ നാസി മാ യജ്ഹലു മിൻ നഫ്സിഹി, ജനങ്ങളുടെ പക്കൽ എനിക്ക് നല്ല പരിചയമുണ്ട്, ഓർ ഐബിനെ പറ്റി എല്ലാം അറിയാം, നിന്റെ നഫ്സിനെ പറ്റി ഐബുണ്ടെന്ന് അറിയുന്നില്ല, എന്നാൽ അത് തന്നെ ഐബ്. വയസ്തഹ്യീ ലഹും, അവർക്ക് വേണ്ടി രചിക്കുന്നുണ്ട്, മിമ്മാ ഹുവ ഫീഹി, ഇവൻ അതിൽ പെട്ടിട്ടുണ്ട്. വയുഹദിയ ജലീസഹു, അവൻ്റെ കൂടെ ഇരിക്കുന്ന, കൂടെ ഇരുത്തം എന്നുള്ളതല്ല മഖ്സൂദ്, അവൻ്റെയൊക്കെ സഹകരിക്കുന്ന ആളോടെ ശല്യം ചെയ്യില്ലേ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിച്ച് ബിയദി അലാ സദരി, എൻ്റെ നെഞ്ഞത്തിൽ കൊട്ട്, രണ്ട് അടിച്ച് പടിയിരിക്കുന്നൊന്നും തന്നെ അർത്ഥമില്ല. ഫഖാല യാ അബാദർ ലാ അകലക തദ്ബീർ, ഒരു കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ച് എൻ്റെ അവലും ആഖിറും എല്ലാം കൂടെ ഒപ്പിച്ചിട്ട് തദ്ബീർ ചെയ്ത് പ്ലാൻ ചെയ്തിട്ടാക്കുന്നത് പോലത്തെ ബുദ്ധി അറിയില്ല. സമയവും ചെലവും പൈസ എല്ലാം കുറച്ചിട്ട് എങ്ങനെ ഇതാക്കാൻ കഴിയും എന്നെല്ലാം ആസൂത്രണം ചെയ്യല്. കൂടുതൽ സമയം നോക്കി മെച്ചം ബാക്കി കിട്ടില്ല. എങ്ങനെ ഏതൊരു കാര്യം ഇങ്ങനെ ആക്കിയാൽ എന്താവും? അത് ചുരുക്കത്തിൽ പ്ലാനിങ്. അതെന്താ? അത് ശരിക്കും അത് അക്കല് എന്നല്ല പറയുന്നത്, അക്കല് കൊണ്ട് ഉണ്ടാവേണ്ട ഒരു പണിയാന്നത്. അപ്പം അതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് അക്കല് എന്ന് പേര് വന്നു. വലാ വറഅകൽ കഫി, ദോഷങ്ങളെ തൊട്ടിട്ട് എന്താക്കുക തടയില്. കഫ് എന്ന് പറഞ്ഞാൽ ചെയ്യണോ ചെയ്യണ്ടേ എന്നൊരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കും. അതാ അലിംതിനായ അമ്മ ഇൽതറിബുൽ ഖൽബ ഫീ തഹ്ലീലിഹി വ തഹരീമി, ഹലാലാണോ ഹറാമാണോ എന്ന് ഇൽത്തറാബ് എന്നെങ്കിൽ ഹറാമാന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കും. വലാ ഹസബക ഹുസ്നുൽ ഖുലുഖ് പോലാത്ത ഒരു ഉന്നത പദവിയുമില്ല. വലാ മജ്ദ വലാ ശറഫ മിസ്ല ഹുസ്നുൽ ഖുലുഖ്. അപ്പോൾ കുടുംബ പാരമ്പര്യം എത്ര പോയാലും ഹുസ്നുൽ ഖുലുഖ് ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു. അൽ ഹദീസുൽ ഹാദി വൽ അർബഊന, 41ാമത്തെ ഹദീസ്, യുബയ്യിനു ഫീഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ് ജുംലത്തൻ മിൻ ഫളായിലിഹിൽ കരീമ, തങ്ങൾക്ക് നൽകപ്പെട്ട കുറേ ഫളായിലുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത ഫളായിലുണ്ട്. അത് ചില നമുക്ക് പറഞ്ഞു തരാം, എല്ലാം പറയുന്നില്ല. അതെല്ലാം കൂടെ കൂട്ടിയിട്ട് എന്താക്കിയിട്ടുണ്ട്? ആറ്റിച്ചില്ലാന ഫളായിൽ സുഹൃത്ത് ഇമാമെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കേണ്ട കടമയാണ്. റവൽ ഇമാം മുസ്ലിം വത്തിർമിദി അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫുദ്ദിൽതു അലൽ അംബിയാഇ ബിസിത്തിൻ, മറ്റുള്ള അമ്പിയാക്കളെ അപേക്ഷിച്ച് എനിക്ക് അല്ലാഹു തആല ഫളീലത്ത് നൽകിയിട്ടുണ്ട് 6 കാര്യം. 6 ഉള്ളൂ എന്നല്ല, ഈ ഹദീസിൽ 6 ഉണ്ട്. അപ്പം മറ്റുള്ള സാധാരണ മനുഷ്യന്മാരെ അപേക്ഷിച്ചല്ല ഈ പറഞ്ഞത്, അമ്പിയാക്കളെ അപേക്ഷിച്ചാൽ താരതമ്യം. അതെ, അത് ഹദീസിന് വ്യത്യാസങ്ങളുണ്ട്. ജവാമിഉൽ കലിം, ജവാമിഉൽ കലിം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് കുറഞ്ഞ വാചകത്തിൽ വിശാലമായ അർത്ഥം ഉൾക്കൊള്ളും. അതിൽപ്പെട്ട 50 ഉണ്ടല്ലോ ഞാൻ ഇവിടുന്ന് ശർഹായിട്ട് ഓതിയത്. ചില അക്ഷരങ്ങളേ ഉണ്ടാവുള്ളൂ. മസാല ഇമാം എണ്ണിയല്ല. മനസ്സമ്മത്ത നജാന്ന് 8 അക്ഷരമാണ് ആകെ ഉള്ളത്. 20 പേജാണ് വ്യാഖ്യാനിച്ചത്. അഫാദുൽ ലിസാൻ കംപ്ലീറ്റ് ഇതിൽ പെട്ടിരിക്കുന്നു. മുണ്ടാത് ബായി അടക്കം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ വാക്കിലും തേലി. ഇനി ബിർറുഅബി, 1 മാസത്തിൻ്റെ ദൂരത്തുനിന്ന് എന്താക്കുമ്പോൾ ശത്രുക്കൾ പേടിയുണ്ടാക്കി കൊടുക്കുന്നതാണ്. തങ്ങൾ വരുന്നുണ്ട് എന്ന് കണ്ടാൽ 1 മാസം ദൂരത്ത് സഞ്ചരിക്കാനുള്ള ദൂരമുണ്ടെങ്കിൽ തന്നെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല. ഗനീമത്തുകൾ എനിക്ക് ഹലാലാക്കി. ഇത് പഴയകാലത്ത് യുദ്ധത്തിൽ വന്ന് ഗനീമത്തെടുത്താൽ ഒരു സ്ഥലത്ത് ശേഖരിക്കും. എന്നിട്ട് ദ്വാരന്ന് കഴിഞ്ഞാൽ അള്ളാഹു തആല മഖ്ബൂലാണെങ്കിൽ ആകാശത്തിൽ നിന്നൊരു പ്രകാശം വരും, പിന്നെ ഇത് കാണൂല. അത് അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ യോദ്ധാക്കൾക്ക് ഉപയോഗപ്രദമല്ലാത്ത രീതിയിൽ അങ്ങോട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി എന്തായിരുന്നറിയോ, 80% യോദ്ധാക്കൾക്കാണ് അത് ഓഹരി വെക്കുക, 20% ബൈത്തുൽ മാലിലേക്കും കൊടുക്കുക. 20% 5 മസ്ജിദൻ, ഭൂമി നിൽക്കാൻ പറ്റുന്നതാക്കി. പഴയകാലത്ത് എന്തുണ്ട്, പള്ളി തന്നെ പോകണമെന്ന് കൈത് വെക്കും, നിൽക്കാൻ സഹിയാവില്ല. ഇവിടെ എവിടെ നിൽക്കിരിക്കാം. 2ാമത് തഹൂറൻ എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാണ്ടിരിക്കുമ്പോൾ തൈമം ചെയ്യാനുള്ള തഹൂറായ വസ്തുവായി. മുഴുവൻ സൃഷ്ടികളൊക്കെയും എന്നെ റസൂലാക്കി അയച്ചിരിക്കുന്നു, ഒരാളും ഒഴിവില്ല. അപ്പം അതിനെന്തുണ്ട്, മില്ലത്തുൻ ആദം അലൈഹിസ്സലാം മുതൽ ഇലാ യൗമുൽ ഖിയാമ വരെ ഇൻസിലേക്കും ജിന്നിലേക്കും എല്ലാവരിലേക്കും. അതാണ് സുബ്കി ഇമാമിനെ പോലത്തെ ആളുകൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ഹാലത്തുണ്ട്. വരാൻ പോകുന്ന നബി, ഇപ്പം ആദം അലൈഹിസ്സലാം. അപ്പം വരാൻ പോകുന്ന നബിനെ പറ്റി എന്താക്കും, ഷഹാദത്ത് ഇൽമ ചൊല്ലിക്കുകയും അവർക്ക് പഠിപ്പിക്കുകയും ചെയ്യും. ആ കാലത്തുള്ള നബി കൊണ്ട് ഷഹാദത്ത് ചെല്ലും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അന്ന മൂസ റസൂലുള്ളാഹി. മസലൻ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ മൂസ അലൈഹിസ്സലാം റസൂലാന്ന് വിശ്വസിച്ചിട്ടുണ്ടല്ലോ. മറ്റൊന്ന് വർത്തമാനകാലത്തുള്ള നബിയാകുന്ന അവസരത്തിൽ സഹാബത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പം മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ കൊണ്ട് അംഗീകരിക്കും.
തങ്ങളെപ്പറ്റിയുള്ള മുബശ്ശിരീങ്ങളല്ല വരി. ഇനിയോ നമ്മക്ക് മുമ്പ് കഴിഞ്ഞു പോയി, അപ്പൊ നമ്മളിലേക്ക് ചേർത്തിട്ട് ഇപ്പൊ ഏതാണ് ഭൂതകാലം? ഇപ്പോഴും മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പം വർത്തമാനം, ഭാവി, ഭൂതകാലത്ത് എന്താക്കും? അപ്പൊ മുൻകഴിഞ്ഞ അമ്പിയാ മുർസലീങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ ഈ ഉമ്മത്തിലുള്ള ഔലിയാക്കളും സഹാബികളും അതുപോലെ തന്നെ ഉലമാ റബ്ബാനികൾ തങ്ങളെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കും. അത് പൂട്ടി വെച്ചിട്ട് വെറും മന്തിക്ക് മാത്രം ഓതിയിട്ടാണ് ഇപ്പം ബഷർ മിസ്ലുക്കുമായത്. അതിൻ്റെ അപ്പുറം ഓർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാണാൻ കഴിയാൻ വേണ്ടി ശ്രദ്ധ ചരിക്കുന്ന പരിപാടി ഉണ്ടായിട്ടുമില്ല. പിന്നെ ഉണ്ടാക്കും ചെണ്ടിയും കൊട്ടിട്ട് പോക്ക്. അതുകൊണ്ടെന്താ അവർക്ക് നിമിച്ചില്ല. പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടത്. നബിമാരെ സമാപിച്ചു എന്നാ പറഞ്ഞു. എന്നോടുകൂടി നബിമാർ ഇനി വരാനില്ല. ഖാതിമുൻ നബിയ്യീൻ. അപ്പോൾ ഫകാന സല്ലല്ലാഹു അലൈഹി വസല്ലം കസീറൻ മാ യതഹദ്ദസു ബിനിഅമത്തില്ലാഹി തആല അലൈഹി. തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്ത് എടുത്തിട്ട് എന്താക്കും? പലപ്പോഴും സംസാരിക്കുന്നുണ്ട്. വമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നുണ്ട്. വദ്ദുഹ സൂറത്ത് തങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സൂറത്താണ്. വമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. എന്താണ്? ബിഅന്ന അല്ലാഹു തആല അഅതാഹു ജവാമിഅൽ കലിമാന്ന് കൂടുതൽ എടുത്തു പറയല്. വദാലിക എന്താ? ഖുവ്വത്തുൽ ഈജാസ് ഫിൽ അൽഫാദ്. അൽഫാദിൽ വളരെ പരിമിതം. മാ ബസ്തിൻ വ കസറത്തിൻ ഫിൽ മാനി. അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലം. ഇതാണ് ജവാമിഉൽ കലീം. വഫി സഹീഹൈനി അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു. ഖുർആനിൽ ജവാമിഉൽ കലീമിൽ പെട്ടതാണല്ലോ. ഒറ്റ വോള്യം മുതൽ 1000 വോള്യം വരെ ഇപ്പോൾ തഫ്സീർ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അച്ചടിക്കപ്പെട്ട തഫ്സീർ തന്നെ 1000 വോള്യം ഉണ്ട്. എന്നിട്ട് സുബക്കിമാമാർ കാണിച്ചത് അതിനെ പലകേനയും ഇന്ത്യൻ്റെ മൊയ്ജിസാത്ത് വരാനിരിക്കുന്നുണ്ട്. നമ്മളാ ബൈത്തി കാണാം. ഞാനിപ്പം നോക്കിയ ബൈത്തില്ലേ നമ്മളെ തായത്ത്, അതിൽ അത് ഓരോ കാലത്ത് 700 കാലാണ്. 800-ൻ്റെയോ 700-ൻ്റെയോ അടുത്ത്. وفي الصحيحين عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم بعث بجوامع الكلم. അതന്നെ ونصرت بالرعب. ഇനി അതിൽ പറയാത്തൊന്നാ പറയുന്നത്. വബൈനമാ അന നായിമുൻ. ഞാൻ ഉറങ്ങുന്ന അവസരത്തിൽ റഅയ്തുനി. ഞാൻ എന്നെ കാണുന്നു. ഊതീതു പിന്നെ മഫാതീഹി ഖസാഇനിൽ അർദി. ഭൂമിയുടെ മുഴുവൻ ഖസാനൻ്റെ താക്കോലും കൊണ്ടുവന്നിട്ട് വദിഅതു ഫീ യദൈ. എൻ്റെ കയ്യിൽ വെച്ചെന്ന്. തങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ആ 2 എണ്ണം എവിടെ ഉണ്ട്? ആദ്യത്തെ റിവായത്തിലില്ല. കനാക്കണ്ടല്ല. അമ്പിയാക്കളെ കനാബും യക്കനത്ത് ഒന്നാണെന്ന് മിന്നാൻ ഓതിക്കഴിഞ്ഞ് അത് ആടെ മനസ്സിലുറപ്പിക്കാനാ ഓതിന്. وروى أبو يعلى في مسنده عن عمر مرفوعا. എന്താ മർഫൂഇന്റെ അർത്ഥം? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം ഖൗലല്ല. وأعطيت جوامع الكلم واختصر لي الكلام اختصارا. കലാം എനിക്ക് വളരെ ചുരുക്കി പിടിച്ചിട്ടുണ്ട്. അതും അർത്ഥം ഒന്ന് തന്നെ. കമാ തഖദ്ദമ ഫീ ജുംലത്തി മിനൽ ഹദീസിൽ വാരിദത്തി ഫീ ദാലിക്. ഈ വിഷയത്തിൽ കുറേ ഹദീസുകൾ ഓതിക്കഴിഞ്ഞല്ലോ. അതൊന്നും നമുക്ക് വ്യാഖ്യാനത്തിലേക്ക് കടക്കാത്തതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ എത്ര കാലം പറയാനുണ്ടാകും? നമ്മളിപ്പോൾ ഒരു വായിച്ചു തീർക്കൽ മാത്രമേ ആവുന്നുള്ളൂ. കാടെ തീർന്നു. ഇനി പറയാൻ പോകുന്ന തങ്ങൾക്ക് നൽകപ്പെട്ട ഓരോ അംഗങ്ങൾ, ഓരോ പ്രത്യേകതകൾ ഇങ്ങനെ എണ്ണും. ആദ്യം എന്താണ്? മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്തെ ഇത് അഖിലാണ്. കോലോ ചേലോ മറ്റുള്ള കൈകാലികളോ അതൊന്നുമല്ല വളരെ പ്രധാനപ്പെട്ടത് അഖില്. അഖില് കൊണ്ടാണല്ലോ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ വേറെ വിടുന്നത്. അഖില് കൊണ്ടാണല്ലോ ഇൽമ സമ്പാദിക്കുന്നത്. ഏത് ഇൽമ സമ്പാദിക്കാൻ അള്ളാഹിനെ പറ്റി പോലും പഠിക്കാൻ കഴിയില്ലല്ലോ അവർ. പക്ഷെ അള്ളാഹിൻ്റെ കുഞ്ഞ് കിട്ടുമെന്നല്ല പറയുന്നർത്ഥം. എന്തുകൊണ്ട്? അഖിലിൻ്റെ പരിമിതികളുണ്ട്. ആ അഖിലിൻ്റെ പരിമിതിക്ക് അപ്പുറമാണ് ഇത് അഖിലിൻ്റെ അള്ളാഹു തആലയുടെ കാര്യം നടക്കുന്നത്. അപ്പോൾ ഒരു തീപ്പെട്ടിക്ക് തോൽക്കാനുള്ള അല്ല. അർജഹയ്യത്തു അഖലിഹി ഷരീഫി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളുടെ മഹത്തായ അഖിലിൻ്റെ ആ മുൻഗണന അല സായിരിൽ ഉഖൂൽ, മറ്റേത് ബുദ്ധികളെ അപേക്ഷിച്ചു. അൽ അഖലു മൗഹിബത്തുൻ ഇലാഹിയ്യത്തുൻ. ഇലാഹി നമുക്ക് നന്ന ഒരു ഓശാരമായ ഒരു സാധനമാണ് അഖൽ. ഇതുകൊണ്ടാണല്ലോ അഖലിനെ കേടുവരുത്തുന്ന ഒന്നും ഉപയോഗിച്ചുകൂടാന്ന് പറഞ്ഞതിനെ കള്ളിയിൽ നിന്ന് അള്ളാക്കെന്തതിനെ കൊണ്ട് മുന്തിയ സാധനം എന്നിട്ട് അത് കേടുവരുത്തി ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടല്ലോ മുസ്കറാത്ത് കഴിച്ചുകൂടാ.
മുസ്കിറാത്തിൽ ഏതെങ്കിലും നിങ്ങൾ കണ്ടുന്ന മാത്രമല്ല, ദ്രാവക രൂപത്തിലാവട്ടെ, കരരൂപത്തിലാവട്ടെ, പൊടി രൂപത്തിലാവട്ടെ, ഗ്യാസ് രൂപത്തിലാവട്ടെ, മുസ്കിറാണോ? എത്ര മുസ്കിറാകുന്ന ഗുളികകളുണ്ടാവും ചിലത്, ചില മനോരോഗികൾക്കെല്ലാം കൊടുക്കുന്നത്. നമുക്ക് നല്ല കെട്ടെന്ന് വെച്ചിട്ട് എടുത്ത് വന്നാൽ കണ്ടുപിടിച്ച സ്ഥാനത്താണ്. ഇഞ്ചക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അക്കരെ ചിലവാക്കിയിട്ട് അമിതമായ പേടി, വേണ്ടാട്ട എന്താണ് ഉത്കണ്ഠകൾ, ഇതെല്ലാം അക്കലിനെ കീഴ്പ്പെടുത്തുമല്ലോ. അതിലേക്കൊന്നും പോകാൻ പാടില്ല എന്നല്ല പറയുന്നത്. ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് അക്കലിനെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ടാണ് കേരേക്കാനോ നേരോ എന്നിട്ട് ഇപ്പോൾ കൈനോ കെട്ടാന്ന് പറഞ്ഞോ നിങ്ങൾക്ക് പറയും ഇത്ര എന്താ ദിവസം മരിക്കുമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളകരിക്കും പറഞ്ഞിട്ടുണ്ടായത്. ആദ്യം വിശ്വാസം അർപ്പിച്ചിട്ടില്ലേ പോയിനി. ഓനങ്ങോട്ട് അംഗീകരിക്കുമ്പോൾ ഞാൻ മിച്ചു ഞാൻ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പോന്നിട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് കഴിച്ചു വിട്ടു. ഇവനാണെങ്കിലോ ഇവൻ ടെൻഷനാകാൻ മാത്രം വിശ്വാസയോഗ്യനെല്ലാം തന്നെ. കണക്ക് വെച്ചിട്ട് ഒരാൾ പറഞ്ഞവന് വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയുണ്ടാകും. ആ അടി കൊലപാതകങ്ങൾ സമാപിക്കും. അപ്പോൾ കൊല ചെയ്തവരെന്താക്കും, ഈ റൂമിൽ നിന്ന് തൂങ്ങി മരിക്കും. അപ്പോൾ പോലീസുകാർ കൂട്ടത്തോടെ അന്വേഷണത്തിലും വരും. എന്നെല്ലാം പറഞ്ഞിട്ട് കുടുംബക്കാരെ പറഞ്ഞ് പെണ്ണുങ്ങളെ പിറ്റിനുണ്ടാക്കി. ഇവന് കിടന്ന ഈ വിവരം കിട്ടി ഇതൊക്കെ സംഭവിക്കുന്നുള്ളൂ. ഹിസാബിയായ കണക്കിലുണ്ട് പോലും. അതെ, എല്ലാം മാത്തമാറ്റിക്സ് ഹിസാബിയായ കണക്ക്. അങ്ങനെ കണക്ക് ആരുണ്ടാക്കിയത്? അതിൽ നിന്ന് വരാൻ പോകുന്നതൊക്കെ കിട്ടുന്ന എന്താ ദലാലത്ത് എന്താന്ന് ഇത് തൊക്കിപ്പിടിച്ചിട്ടുണ്ടാക്കാൻ കണക്കുകാരൻ. അപ്പോൾ ഒരാൾക്ക് ചൂടായി, അല്ല ഉസ്താദെ ഞങ്ങളുടെ ചോറ്റിലെല്ലാം മണ്ണുവാരി ഇടുന്നതെന്ന്. അവൻ്റെ മണ്ണുവാരി എന്ന ഈ ഹറാമായ ചോറ് വയ്ക്കൂലല്ലോ, പിന്നെ മണ്ണ് കണ്ടുണ്ട് വയ്ക്കാണ്ടിരിക്കാൻ അത് നിഷ്പിച്ചാൽ മതിയല്ല. ജോനത് അംഗീകരിക്കുകയും ചെയ്യും. അത് അതിനേക്കാണ് പൊട്ടൻ. അപ്പം ഇരിക്കൂർ പോയപ്പോൾ ഒരുത്തരം എന്നോട് തന്നെ നീക്ക് 3 ദിവസം ആയുസുള്ളൂ. ശരി, 3 ദിവസം ഉണ്ടാ, അപ്പം 72 മണിക്കൂർ. നമ്മൾ ഈ നിമിഷം കഴിഞ്ഞാൽ അപ്പുറം വരണ്ടെന്ന് കാണുന്നുള്ള ഞാൻ ഈ പൊന്തിച്ച കൈ താക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് എന്താന്ന് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നും ആയിട്ടില്ല. എന്നിട്ട് അപ്പം 3 ദിവസം അവധി ഉണ്ടായാൽ കുറച്ചും കൂടി സമാധാനമല്ലേ? നമ്മിപ്പോ പൊന്തിച്ച കൈ താക്കുമെന്ന് ഉറപ്പില്ല. ഒരു ലഹള അപ്പുറം ഉണ്ടെന്ന് തീരുമാനിക്കുന്നില്ല. അപ്പം ഞാൻ നീ പറഞ്ഞത് 72 മണിക്കൂറുണ്ടല്ലോ. ചുരുക്കത്തിൽ നീ ഡോക്ടറല്ല. നീ എപ്പം മരിക്കും നീ പറഞ്ഞ നട്ടെ. നമ്മുടെ കലമ്പായി നമ്മളെ കാതുകൊണ്ടായില്ലേ. അതിപ്പം പറഞ്ഞ് 3 എന്നാൽ പിന്നെ ഒരു മിനിറ്റേക്കുള്ള മരുന്ന് തന്നാൽ മതി. ഞാൻ പറഞ്ഞു 3 ദിവസത്തേക്ക് പോകണ്ട. 3 ദിവസം ഉണ്ടെന്ന് എനിക്കുറപ്പില്ലല്ലോ. നല്ലോണം കലമ്പിച്ചിങ് വന്നു. എന്നിട്ട് കൊല്ലാമത് കഴിഞ്ഞ്. അപ്പോൾ ഒരു ദിവസം എന്നുള്ളത് 3 കൊല്ലായിരിക്കും അല്ലേ? അല്ല 30 കൊല്ല. ഓനെ ബലിയാളാക്കി ചുരുക്കത്തിൽ നമ്മളെ ബുദ്ധിശൂന്യത കൊണ്ട് ഗൈബ് അറിയുവാനുള്ള ഒരു മാർഗം അല്ലാഹു തആല വെച്ചിട്ടില്ല എന്ന് ആര് പറയുന്നു? താജുദ്ദീൻ അഹമ്മദ് ബിൻ അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു നമ്മക്ക് ഹുജ്ജത്താണ്. തഹ്ഖീഖ് പ്രകാരം ഗൈബ് പറയണമെങ്കിൽ ആകെ എന്തേ ഉള്ളൂ? ഒന്നിക്കും വഹയ്യ് അല്ലെങ്കിൽ സഹീഹായ ഇൽഹാം. അതിനപ്പുറം ഒരു മാർഗം വെച്ചിട്ടില്ല. അതോന്നാ അതെ, ഇൽഹാം എന്ന് ആർക്കും തോന്നിയ ശൈത്താനിയത്തായാലും പറ്റില്ല. കാരണം ഇൽഹാമും വസ്വസത്തും വേർതിരിക്കാൻ വലിയ പണിയുണ്ട്. ഇൽഹാമിന്റെ കോലത്തിൽ ശൈത്താൻ വരാം. ഇൽഹാമിന്റെ ഓപ്പോസിറ്റാണ് വസ്വസത്ത്. വസ്വസത്തിന് 10 തൊട്ടൊന്നും ഉണ്ടാക്കുന്ന പ്രവർത്തനമല്ല പറഞ്ഞത്, മനസ്സിൽ കയറി വരുന്നത്. അത് ഇൽഹാമാന്ന് തോന്നും. ഇൽഹാമാന്ന് തോന്നിപ്പിച്ചുകൊണ്ട് എന്താക്കുന്നത് അതിൻ്റെ പിന്നിൽ വസ്വസത ഉണ്ടാവില്ല. അതല്ല ഖവാത്തർ വേർതിരിക്കാൻ. അത് ഏയത്തിൻ്റെ അന്ന് മോദിനല്ലോ. ഖവാത്തർ വേർതിരിക്കാൻ ഇല്ല റാസിഖൂന ഫിൽ ഇൽമിൽ വളരെ ആഴത്തിൽ കാലൂന്നിയ ആളുകൾക്ക് അല്ലാണ്ട് കഴിയൂല എന്ന് മൂപ്പർ പറഞ്ഞല്ലോ. എന്തനുസരിച്ച് വേർതിരിക്കല് പോട്ട് വഹബഹുല്ലാഹു തആല ലിൽ ഇൻസാൻ. ഇൻസാനിന് അല്ലാഹു തആല ഓശാരമായി കൊടുത്ത അങ്ങനെ സംഖ്യയൊന്നും വാങ്ങിയിട്ടില്ല. വശറഫഹു ബിഹി അലാ ജമീഇ അൻവാഇൽ ഹയവാൻ.
ഹൈവാനിൻ്റെ അൻവാഹുണ്ട്, എന്തെല്ലാം ഉണ്ട്, ഇഴയുന്നതുണ്ട്, പറക്കുന്നതുണ്ട്, ഓടുന്നതുണ്ട്, 2 കാലുള്ളതുണ്ട്, പിന്നെ 4 കാലുള്ളതുണ്ട്, അങ്ങനെ എന്തെല്ലാം അൻവാഹുകളാണ്. അതിനെല്ലാം അപേക്ഷിച്ച് മനുഷ്യൻ എന്താക്കി? അക്കല് കൊണ്ടാണ് അല്ലാഹു തആല പ്രത്യേകമാക്കിയത്. ബിഹി യഅരിഫുൽ ആഖിലു ഹസനൽ അശ്യാഇ വ ഖബീഹഹ. ഈ ബുദ്ധി കൊണ്ട് മാത്രമേ ഒരാഖിലായ മനുഷ്യന് നല്ലതേത് ചീത്തയേത് വേർതിരിക്കാൻ കഴിയുകയുള്ളൂ. വ കമാലഹ വ നുഖ്സാനഹ, എന്തിൽ കമാലുണ്ട് എന്തിൽ നുഖ്സാനുണ്ട് എന്ന് തിരിയണമെങ്കിലും അഖല് വേണം. വബിഹി യഅലമു ഖൈറൽ ഖൈറൈനി, 2 ഖൈറുള്ള കാര്യം വെച്ചാൽ ഏതിനാണ് മുൻതൂക്കുന്നു? ഏത് ഖൈർ? വ ശർറ ശർറൈനി, അതുപോലെ 2 ഷർറുള്ള കാര്യം വെച്ചിട്ട് അതാ വഖദ് ഏറ്റവും ഷർറുള്ളത്. വഖദ് ദക്കറൽ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു മറാത്തിബൽ ലുഖൂൽ, അതാ അഖലിന്റെ മറാത്തിബ് പ്രവചിച്ചു. വഅൻദ ബഅദ മറാത്തിബിൽ അഖലി യൻതഹി ഇലാ ബഅദി, ചിലത് ഏറിയിട്ട് 1ാമത്തെ ഗ്രേഡ് ഏറിയിട്ട് എന്താ 2ലേക്ക് അടുത്തെത്തും, 2ന്റെ ഗ്രേഡ് ഏറിയിട്ട് 3ലേക്ക് എത്തും, അങ്ങനെ പോകും. ഇത് ഇർതഫഅത്തിൽ ഹുജുബ് വൽ ഖവാതിഉ, ഈ അഖലിന്റെ മുമ്പിൽ നിൽക്കുന്ന കുറെ ഹിജാബുകളും അതിനെ ബുദ്ധി വഴിതിരിച്ചു വിടുന്ന ചില കാര്യങ്ങളുണ്ട്. അതില്ല ഞാൻ അഖൽ എന്താക്കും? അങ്ങനെ പറന്നുയരുന്ന അവർ. അതുകൊണ്ട് അഖലിനെ ആർക്കും പണയം വെക്കാൻ പാടില്ല. വളയും മാലെല്ലാം കൊണ്ടപ്പോൾ എന്താക്കുക? പണയം വെക്കാം ആവശ്യമുണ്ടെങ്കിൽ. അഖലിനെ പണയം വെക്കാൻ പാടില്ല, ഒരു സംഘടനയിൽ വെക്കാൻ പാടില്ല. അത്ര നല്ല ബേങ്കുന്നാടില്ല. അതുകൊണ്ട് ഫർദില തഫാസിലി ദാലിക ഫീ കുതുബിഹി, എൻ്റെ തഫ്സീർ അറിയണമെങ്കിൽ മൂപ്പറ കിതാബ് നോക്കിക്കോന്ന് പറഞ്ഞു. ഇനി പറയാം. വലഖദ് ബലഗ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് മിൻ അർജഹിയത്തിൽ അഖ്ലി, അഖിലിന്റെ ഏറ്റവും വലിയ ടോപ്പ് മോസ്റ്റ്, വകമാലിഹി, അഖിലിന്റെ കമാൽ കൊണ്ടും, അൽ ഗായത്തുൽ ഖുസ്വ, എന്തിന്റെ? ബലഗാന്റെ ഗായത്തുൽ ഖുസ്വ, അതിന്റെ അപ്പുറം ഒരറ്റമില്ല. അല്ലത്തി ലം യബ്ലുഗുഹാ അഹദുൻ സിബാഹു, തങ്ങളല്ലാത്ത വേറെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ചുരുക്കത്തിൽ മനുഷ്യൻ അല്ലാഹു തആല മനുഷ്യന്റെ മഖ്ലൂഖിന് കൊടുക്കുന്ന കമാലാത്തിന്റെ ഏറ്റവും വലിയ കമാലാത്തായിരിക്കും കൊടുത്തിട്ടുണ്ട്. ലഹു ഫീ കുല്ലി മഖാം, എന്താ ഇബാറത്ത്? വലഹു ഫീ കുല്ലി കമാലിൻ മിൻഹു കമാൽ, ഒരു കമാലിന്റെ വസ്പ്പെടുത്താൽ അത് അല്പം കൊടുത്തതല്ല, അത് പൂർണ്ണമായി കൊടുത്തിട്ടുണ്ട്. വദാലിക ബിനിഅ്മത്തില്ലാഹി തആല, അല്ലാഹു തആലയുടെ നിഅമത്ത് കൊണ്ട് മാത്രമാണ്. വഫളിഹി അലൈഹി വകാന ഫളുല്ലാഹി അലൈക അലീമാ സല്ലല്ലാഹു അലൈഹി വസല്ലം. قال الله تعالى نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون. അത് ബുദ്ധിയെ പറ്റി വ്യാഖ്യാനിക്കാൻ പറഞ്ഞതാണ്. നൂൻ എന്നുള്ളത് മുത്തശാബിഹായ നമുക്ക് അതിന് പൂർണ്ണാർത്ഥം കിട്ടൂല. അതുപോലെ കലമിനെ തന്നെയാണ് സത്യം. വമാ യസ്തുറൂൻ, കലബ് കൊണ്ട് എഴുതപ്പെടുന്നത്. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിലുള്ള എഴുത്താവാം, അല്ലെങ്കിൽ മലായികത്തിനോട് പറഞ്ഞ എഴുത്താവാം, അത് അവർക്ക് വ്യാഖ്യാനുണ്ട്. അത് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു മാ അന്ത ബി മജ്നൂൻ എന്നതിന്റെ ഖബറുണ്ടായില്ല. മാ അന്ത ബി മജ്നൂൻ, താങ്കൾ മജ്നൂനല്ല. അതെന്തിനാ പറഞ്ഞത്? മജ്നൂനാണ് എന്ന് മറ്റുള്ള ആൾ പറഞ്ഞതിന് മറുപടി കൊടുക്കുന്നതാണ്. താങ്കളെന്നും പറയണ്ട, ഞാൻ പറഞ്ഞു. അത് ബിനിഅമത്തി റബ്ബിക്, റബ്ബിന്റെ നിഅമത്ത് കൊണ്ടാണ് മജ്നൂൻ എല്ലാം ഉണ്ടാക്കിയത്. അപ്പൊ ബിനിഅമത്തി റബ്ബിക് എന്താണ്? മാന്റെ നഫിയോടെ വന്നിരിക്കുന്നത്. നിഅമത്ത് കൊണ്ട് മജ്നൂനല്ല, അല്ല എന്നുള്ളതുണ്ടല്ലോ. ഐ അൻത ഫി അലാ മുസ്തവ കമാലിൽ അഖലീന, അഖലിന്റെ കമാലിന്റെ ഏറ്റവും മേലെയുള്ള പടിയിലാണ് തങ്ങളുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വസമൂവിൽ ഫിക്രി, അഖൽ കൊണ്ടാണല്ലോ ഫിക്ർ ഉണ്ടാകല്. അപ്പൊ ഉന്നതമായ ചിന്താഗതി. വലഖദ് അഖ്സമല്ലാഹു സുബ്ഹാനഹു വതആല ബിഖൗലിഹി നൂൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വഹുവൽ മദദുൽ ഇലാഹിയുൽ ഫയ്യാൽ, ഇലാഹിനെ കൊണ്ട് ചേർക്കപ്പെട്ട മദദ്, അടിമകൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല. അള്ളാഹുവിന്റെ മദദാണ്. ഒന്ന് പോകുമ്പോൾ ഒന്ന് പോകുമ്പോൾ വരും. അതാണ് അൽ ഫയ്യാൽ. അപ്പൊ ആ മദദ് ഇലാഹിനെ കൊണ്ട് ചേർത്തിട്ട്. വബിൽ കലമിൽ അവലി അൽ മുസ്തഫീദ്, അപ്പൊ വൽ കലമി എന്ന് പറഞ്ഞാൽ അൽ കലം അലിഫിലാമ കൊടുത്തു. അപ്പൊ എല്ലാ പേനയും അല്ല, ആദ്യമായി പടച്ചൊരു പേനയുണ്ട് അൽ മുസ്തഫീദ്. ഈ ഫൈനലെ സ്വീകരിച്ചുകൊണ്ട് എന്താ എഴുതണമെന്ന് അള്ളാഹിന്റെ കൽപ്പന കാത്തു നിൽക്കുകയാണ്.
അപ്പം അത് ചോദിക്കുക, അതിന് അക്കലുണ്ടോ? അള്ളാഹിൻ്റെ പക്കന്ന് ഇത് പിടിച്ചെടുക്കാനുള്ള അക്കൽ എല്ലാ വസ്തുക്കൾക്കും ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ അള്ളാഹ്ക്ക് തസ്ബീഹ് ഇല്ലെന്ന്. ഈ തസ്ബീഹ് മനസ്സിലാവുന്നില്ല, ഞാൻ ഓതിയമോ. وبما يستره المستمسطرون في المستوى الأعلى, ലോകത്തിൻ്റെ ഏറ്റവും വലിയ മുസ്തവ അവിടെ വെച്ചിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് എഴുതുന്ന ആൾ, അതാ യസ്തുറൂന എന്ന് പറഞ്ഞാൽ അപ്പൊ കലമിലേക്കല്ല തമീർ. കലമിലേക്കാണെങ്കിൽ യസ്തുറൂന്നല്ലേ കൊണ്ട് ജമ്മിന്റെ തമീർ വേണ്ടല്ലോ. അല്ലദീ സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ടിട്ടുണ്ട്. സരീഫ കലാമിഹി, ആ പേന എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒച്ച ഉണ്ടല്ലോ, അർസലി, എപ്പോഴും ഇസ്രാ മിഅ്റാജിന്റെ സമയം. അതാണ് വമാ തുസത്തിറുൽ അക്ലാമുൽ മുസ്തമിദ്ദതു മിനൽ കലമിൽ അവ്വൽ, ഒന്നാമത്തെ കലമിൽ നിന്ന് ഇസ്തിൻദാദ് ചെയ്തിട്ട് ലോകത്ത് ഒരുപാട് കലമുകൾ എഴുതുന്നുണ്ട്. എത്രയോ കിതാബ് എഴുതിയത്, എത്ര ശുറഹകൾ എഴുതിയത്, എത്ര ഹവാശികൾ എഴുതിയത്, എത്ര ഖസീദകൾ എഴുതി, എത്ര നഫ്ർ, അങ്ങനെ അച്ഛണ്ട. അഖ്സമ ബിഹാദൽ ഖസമിൽ അലീമി, ഈ മമ്പിച്ച കസം ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്തു. അലാ സഅതി അഖലി ഹാദർ റസൂലിൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ ബുദ്ധി അഖലി എത്രമാത്രം വിശാലമാണ് എന്നറിയിച്ചു. വഇന്നഹു, ആ ബുദ്ധി ലൈസ ഫീഹി ശായിബത്തു ജുനൂൻ, ജുനൂനിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്തതാണ്. എന്നിട്ടാണ് മജ്നൂനാണെന്ന് കുറ്റപ്പെടുത്തിയത്. വഇന്നമാ ഹുവ സാഹിബുൽ അഖലിൽ അക്മൽ, ഏറ്റവും സമ്പൂർണമായ അഖലിന്റെ സാഹിബാണ് തങ്ങൾ. വൽ ഇൽമിൽ വാസിഇൽ അഫ്ളൽ, അപ്പോൾ അഖലുണ്ടാകും, ഇൽമുണ്ടാകും. വഅന്നഹു കൈഫ ലാ യകൂനു അഖലുഹു ഫൗക കുല്ലിൽ ഉഖൂൽ, എങ്ങനെയാണ് അഖലിന്റെ എല്ലാ അഖലിനെയും മറികടക്കുന്ന അഖൽ ആവാതിരിക്കുക. വഖദ് അൻഅമല്ലാഹു അലൈഹി വഅക്രമഹു, കണ്ടോ, അല്ലാഹു തആല വളരെയധികം ആദരിക്കുകയും വളരെയധികം നിഅമത്ത് ചെയ്യുകയും ചെയ്തിട്ട് ഫഹസ്സഹു ബിന്നുബുവ്വ, നബുവത്ത് കൊണ്ട് തഖ്സീസാക്കി. എങ്ങനത്തെ നബുവത്ത് പറക്കൂലേ, അൽ ജാമിഅതി വൽ ഖാത്തിമ, എല്ലാ നബുവത്തിൻ്റെയും മറാത്തിബിനെ ഒരുമിച്ച് കൂട്ടുകയും അതോടുകൂടി സമാപിച്ച് ഞാൻ ആർക്കും കൊടുക്കാൻ പാടില്ല. ഇനി അതിൽ നിന്നർത്ഥം വിലായത്തുൽ ഉളുമ, വിലായത്തുൽ കുബ്ര ഇങ്ങനെ എടുത്തോളാം. എനിക്ക് വലിയ എന്താന്ന് നബിയാണെന്ന് വെച്ചാൽ ആർക്കും സാധിക്കില്ല. അതുപോലെ ഒരു റിസാലത്തിൽ ആമ്മത്തി, ഇപ്പോൾ പറഞ്ഞല്ലോ, ഇൻസുകൾക്കും ജിന്നുകൾക്കും മുഴുവനും ആമ്മ റിസാലത്ത് കൊണ്ടും വനസൂലിൽ ഖുർആനി, ഖുർആൻ ഇറക്കൽ കൊണ്ടും, ഇങ്ങനത്തെ ഖുർആനാണ് അൽ ജാമിഉ ലിൽ ഉലൂമി കുല്ലിഹാ, മുഴുവൻ ഇൽമുകളെയും ഒരുമിച്ച് കൂട്ടിയതാണ് ഖുർആൻ. അത് തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. ഫഇന്ന ഹാദിഹി നിഅമ, ഈ പറയപ്പെട്ട നിഅമത്ത് ഏതെല്ലാം, നബുവത്ത്, റിസാലത്ത്, നുസൂലുൽ ഖുർആൻ മുതലാവ, ലാ യതഹമ്മലുഹാ, അത് വഹിക്കാൻ കഴിയില്ല, ഇല്ലാ മൻ ഖസ്സഹുല്ലാഹു തആല ബിഅക്മലിൽ ഉഖൂൽ, ഏറ്റവും സമ്പൂർണമായ അക്കല് കൊണ്ട് പ്രത്യേകമാക്കിയ ഒരാൾക്കല്ലാതെ. വഅർജഹിഹാ, അക്കലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മറികടക്കുന്നത്. വലിദാ ഖാല മാ അൻത ബിനിഅമത്തി റബ്ബിക ബിമജ്നൂൻ, എന്നുവെച്ചാൽ മാ അൻത ബിസബബി നിഅമത്തി റബ്ബിക, അത് ബിനിഅമത്തിന്റെ ബാൻഡ എന്താണ്, സബബാണ്. മജ്നൂൻ അല്ലാതായതുകൊണ്ട് ബിനിഅമത്തി റബ്ബിക ബിസബബി, എന്താ നിഅമത്ത്, ബിനുബുവ്വത്തി വരിസാല, നുബുവ്വത്ത് റിസാലത്താകുന്ന നിഅമത്ത് ചെയ്തപ്പോൾ അത് വഹിക്കാൻ പറ്റുന്ന ആളാണ് തങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞല്ലോ. വൽ ഖുർആനിൽ ജാമിലി അൻവാഇൽ ഉലൂമി വൽ ഹിക്മത്തി, ഉലൂമി ഹിക്മത്തിന്റെ അൻവാകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയതായ ഖുർആനിനെയും എന്താക്കി, ഇറക്കി. മാ അൻത ബിമജ്നൂൻ, തങ്ങൾ മജ്നൂനല്ല. അപ്പൊ ഫഹുവ യൻഫി മഖ്തലഖഹുൽ ആദാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദാക്കള് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കളവിനെ നഫി ചെയ്യുകയാണ്. തങ്ങൾ മജ്നൂനാന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയില്ലേ, അതിവനെ ഏറ്റുപാടുകയും ചെയ്യും. അത് മുതകബ്ബിറുൻ ജബ്ബാർ. വയുസ്ബിതു ലഹു, എന്നിട്ടോ അതിന് ദലീലും കൊടുത്ത്, കാരണം ഇത്രമാത്രം നിഅമത്ത് ചെയ്ത്, ആ നിഅമത്തിന്റെ ഏറ്റവും വലുതേത്, നബുവത്ത്, റിസാലത്ത്, അതിന് ഖുർആനും. അപ്പൊ ദലീൽ കൊടുത്തു. എല്ലാം എന്ന് പറഞ്ഞ് മതിയാക്കിയില്ല. ദലീൽ എവിടെ കിടക്കുന്നത്, ബിനിഅമത്തി റബ്ബിക അല്ല, വമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അപ്പൊ നിഅമത്ത് ജാമിയാണ്, ഒറ്റ നിഅമത്തല്ല.
എവിടെ അതെ മാന്തബി മജ്നൂനും ബിനിമത്ത് റബ്ബിക്കാന്ന്, അല്ലാതെ സജോപ്പിക്കാൻ അള്ളക്ക് പോലും കഴിയൂല. പക്ഷെ ഇവിടെ ബലാഗത്ത് നോക്കിയാൽ നിഅമത്ത് കൊണ്ടാണ് എന്ന് ആ കാരണം മുന്തിച്ചത്. കാര്യം പറഞ്ഞിട്ട് കാരണം പറയുമ്പോഴേക്കുന്നുണ്ടാവാൻ ഇവിടെ ഒരു തിരിവില്ല. വലിയ കാരണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ കാരണം പറയാം. വലിയ നിഅമത്ത് വഹിക്കുന്ന ആളാണ് തങ്ങൾ, ഇതിനെ വഹിക്കാനുള്ള വലിയ ബുദ്ധി ആവശ്യമാണ്. അതെ وذلك أن دليل أن من أوحي إليه القرآن ഖുർആനിനെ വഹി അറിയിക്കപ്പെട്ടു. ഇങ്ങനത്തെ ഖുർആൻ അൽ ജാമിഉ ലിൽ ഉലൂമി വൽ മആരിഫി, എല്ലാ ഉലൂമുകളെയും മഅരിഫത്തുകളെയും ഒരുമിച്ച് കൂട്ടിയ ഖുർആനുള്ളദീ മറക് വ ഊഹിയ ഇലൈഹിൽ ഹിക്മത്തുൽ ആലിയ, ഉന്നതമായ ഹിക്മത്തിനെയും തങ്ങൾക്ക് വഹി നൽകി. അല്ലത്തി ഹിയ ഫൗക കുല്ലി ഹിക്മത്തിൻ, എല്ലാ ഹിക്മത്തിൻ്റെയും മേലെയാണ് ഹിക്മത്ത്. അപ്പം അവരാക്കൾക്ക് കിട്ടിയല്ല തങ്ങളുടെ വക്കെന്ന് കിട്ടിയത്. നമ്മൾ സിക്കന്ദർ ഇമാമിന്റെ ഹിക്മത്ത് എന്താണ്? മൂപ്പറ അനന്തരാവകാശം. കുൽ കൈഫ യുതസവ്വറു അൻ യകൂന ഫീഹി ശായിബത്തു ഖലലിൻ ഔ നഖ്സിൻ, അപ്പോൾ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറോ നഖ്സോ ഉണ്ടാവും തസവ്വുറാകുന്നില്ലല്ലോ. ദലീല സ്ഥാപിച്ചത്. ഇതിൻ്റെ അപ്പുറം വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ എന്നാണ് ആയത്തിന്റെ ബാക്കി. وإن لك لأجرا أي بسبب صبرك على طعنهم بك, തങ്ങളെ കൊണ്ട് കുറ്റം പറഞ്ഞതിൻ്റെ തങ്ങളെന്താക്കിയില്ല, മറുപടി ഒന്നും പറയാതെ സബൂർ ചെയ്തു നിന്നു. അതിന് മഹത്തായ പ്രതിഫലം എന്നാണ്. കാരണം മഹത്തായ സബർ വന്നിട്ടുണ്ട്. മഹത്തായ സബറിന്റെ മുമ്പിൽ എന്തുണ്ട്? മഹത്തായ അതിക്രമം വന്നിട്ടുണ്ട്. അല്ല, വലിയ എണ്ണിയാലൊടുങ്ങാത്ത, അന്നേരം അക്കിന്നാ കോട്ടം പറഞ്ഞിട്ടുണ്ട്. കൈക്കങ്ങനെ കാലിനിങ്ങനെയാന്നല്ല പറയുന്നത്. ഗൈറ മംനൂൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുറിഞ്ഞു പോവാത്ത അജ്റ്, എപ്പോഴും സ്ഥിരമായ അജ്റ്. ഇനി വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അത് മറ്റൊരു തെളിവ്. ഖുലുഖുൻ അദീമാകണമെങ്കിൽ ഭ്രാന്തോ മാനസിക രോഗം ഉണ്ടെങ്കിൽ പിന്നെ ഖുലുഖുൻ അദീം ഉണ്ടാവില്ല, സ്വഭാവ ദോഷം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം മഹത്തായ ഖുലുഖുൻ അദീം ഉണ്ടാവുക എന്നുള്ളതെന്താ സാധനം? അക്കലിന് വളരെ പരിശുദ്ധമാണ് കാണിക്കുന്നത്. അല്ല, ഫഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലു ഖൽഖില്ലാഹി അക്കലൻ, ഈ ഒറ്റ ആയത്തിന് വേണ്ടിയിട്ടാണ് 12 മുജല്ലദ് ഉള്ളത്. നളുറത്തുന്നേയും എന്തായില്ല അവസ്ഥ അല്ല. ഇപ്പം ഞാൻ മോദനി ചുരുക്കത്തിൽ നൂഹ് അലൈഹി സ്വലാമിൻ്റെ ആയുസ് ചോദിക്കണം അള്ളാഹുവിനോട്. എന്തിനാണ് എനിക്ക് ഇത്ര വലിയ ആയുസ്? കിതാബല്ലോതാൻ തന്നെ, വേറെ എന്തിനിപ്പം ചോറ് കഴിക്കാണ്. ചോറിപ്പം നല്ലോണം കഴിച്ചിട്ടും പാടുണ്ടായിരുന്നു. മന്തി തിന്നാൻ, ചുട്ട പോയ മന്തി തിന്നാൻ. അക്മലു ഖൽഖില്ലാഹി അഖലൻ, അഖലിനാൽ ഏറ്റവും അക്മലായി. എന്തുകൊണ്ട്? അഖലിന്റെ പദവി അനുസരിച്ചാണ് ഖുലുഖുണ്ടാകില്ല. അത് ഗസാലി ഇമാം ഇവിടുത്തെ ബാബിനെ മൂതു. കമാ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അഫ്ളലുൻ നാസി അഖലുൻ നാസ് എന്നുണ്ട് ഇബ്നു അബ്ബാസ്. അപ്പം അത് മൂപ്പറ ഇപ്പം എന്താ കണ്ടാൽ മർഫുആയി തോന്നൂല. അല്ല, ഇബ്നു അബ്ബാസ് പറഞ്ഞാൽ മതിയല്ല നമുക്ക്. ജനങ്ങളുടെ കൂട്ടത്തിൽ അഫ്ളലാണ് ഏറ്റവും അക്കല് കൂടിയവരാണ്. വദാലിക നബിയ്യുക്കും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി, അത് ആരാന്നറിയോ? ഇത് അഫ്ളലുന്നാസും അക്കലുന്നാസും നമ്മളെയും നിങ്ങളെല്ലാം നബിയന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാല വഹബ് ഇബ്നു മുനബ്ബിഹ് താബിഇയ്യു സിഖത്തു, ഇത് നമ്മളെ പുറപ്പറ്റി ചരിത്രം മൻഹജിൽ ഓതിയിട്ടുണ്ട്. വഹബ് ഇബ്നു മുനബ്ബി താബിഇയാണ്, വളരെ വിശ്വാസയോഗ്യനായ അഗ്രഗണ്യനാണ്. അല്ലദീ റബാലഹു ശൈഖാനി, ശൈഖാനി പോലും ഓരോ റിവായത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ പറഞ്ഞതുകൊണ്ട് വഗൈറുഹുമാ, പിന്നെ ശൈഖാനി എടുത്താൽ ബാക്കിയുള്ള എടുക്കുമല്ലോ. ഖറഅതു ഫീ അഹദിൻ വസബഈന കിതാബൻ മിനൽ കുതുബി സാബിഖത്തി, മുമ്പറക്കപ്പെട്ട കിതാബുകളിൽ നിന്ന് 71 കിതാബ് ഞാൻ ഓതിയിട്ടുണ്ട്. ഫവജദ്തു ഫീ ജമീഇഹാ, അതിലെല്ലാം ഞാൻ കണ്ടെത്തിച്ചത് എന്താ? അന്നല്ലാഹു സുബ്ഹാനഹു വ തആല ലം യുഅതി ജമീഅൻ നാസി, മുഴുവൻ പടപ്പുകൾക്കും അല്ലാഹു തആല കൊടുത്തിട്ടില്ല. മിൻ ബദിഇദ് ദുനിയ ഇലാ ഇൻഖിലാഇഹാ, ലോകം തുടങ്ങിയ മുതൽ അതിൻ്റെ അവസാനം വരെ. അപ്പം കേട്ടോളാൻ പറ. ഇൽമി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആടെ ക്ലാസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്, മറങ്ങട്ടി പോകണ്ടൊന്നുമില്ല. ഇവിടെ ക്ലാസ് ഉണ്ട്, അങ്ങനെ ഇങ്ങോട്ട് ആൾ വരും.
മിനൽ അക്കലി അക്കലിനാൽ കൊടുത്തിട്ടില്ല ഫീ ജംബി അക്കലി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കലിലേക്ക് ചേർത്തിട്ട് ഇല്ലാ കഹബ്ബത്തി റംലിൻ ഒരു മണലിൻ്റെ കണക്കുണ്ട്, ഒരു മണൽ തൈയുടെ അളവ്. ഇവിടത്തേക്ക് മീൻ ജമീ റിമാലി ദുന്യ ദുന്യാവിലെ എല്ലാ മണലിലേക്കും ചേർത്തിട്ട് ഒരു തരികയാണ് എല്ലാവർക്കും വിതരണം ചെയ്തത്. വഅന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അർജഹുൻ നാസി അഖ്ലാ, ഇത് ശിഫയിലുണ്ട് ഈ ഹദീസ്. അക്കലിനാൽ ഏറ്റവും ഏത്തരമാണ് അഫ്ളലുഹും റഅയ്യാൻ, അക്കലിനെ തുടർന്നുണ്ടാക്കും പല നല്ല കലാമും അഭിപ്രായങ്ങളും പറയുമല്ലോ. ഇനി വഇന്നൽ അഖലൽ കാമില ഹുവൽ അസ്ലുൽ ലദീ തൻശഉ അൻഹുൽ ഖിസാലുൽ ഹമീദ. അതിനെ പറയുന്നത് മഹത്തായ സ്വഭാവ മഹിമയുണ്ട് എന്ന് പറയണമെങ്കിൽ അതിന് ലാസിമാകും അക്കലി. അപ്പൊ സ്വഭാവ മഹിമ അക്കലിന്റെ തെളിവായിട്ടാണ് മുപ്പറ കൊണ്ടിരുന്നത്. ലാസിമ പറഞ്ഞിട്ട് മത്സവം സുബൂത്താക്കലി. ഇപ്പൊ കഠിനമായ ചൂടുണ്ട് നട്ടിച്ചൊക്കെ സൂര്യൻ എത്ര കണ്ട് ഉദിച്ചു വരുന്നിട്ടുണ്ട് എന്ന് വരുമല്ല. വഹിന്നൽ അഖലൽ കാമില, കാമിലായ അഖിലാണ് ഹുവൽ അസ്ലു, അസ്ലി എന്തിൻ്റെ അല്ലദീ തൻശഉ അൻഹുൽ ഖിസാലുൽ ഹമീദ, സുത്യർഹമായ ഖിസാലുകൾ മുളച്ചുണ്ടാകണമെങ്കിൽ അതിൻ്റെ അസ്ലെന്ത് വേണം? കാമിലായ അഖല് വേണം. വൽ മവാഹിബുർ റഷീദ, സത്യത്തിലേക്ക് വഴികാട്ടുന്ന മവാഹിബുകളുടെ അതിൽ നിന്ന് മുളക്കും. വബിഹി തുഖ്തബസുൽ ഫളാഇൽ, എല്ലാ ഫളായിലുകളും പിടിച്ചെടുക്കപ്പെടുന്നത് അഖല് കൊണ്ടാണ്. തജ്തനിബുർ റദാഇൽ, മോശമായ തുജ്തനബുർ റദായിലു, അങ്ങനെ വേണ്ടിയാണ് റദായിലുകൾ ദൂരീകരിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്. വഹുവല്ലദീ, മറ്റൊന്ന് ബുദ്ധിയുടെ ഒരു പ്രത്യേകത, യുസ്ലിമു സാഹിബഹു ഇലാ മജാമിഇൽ ഖൈരി വൽ ഫളിൽ, എല്ലാ ഖൈറിൻ്റെയും എല്ലാ ഫളിലിൻ്റെയും സംഗമം എവിടെയാണ് അതിൻ്റെ മജ്മഅ്, അവിടത്തേക്ക് എന്താകും? സാഹിബിനെ കൂട്ടിക്കൊണ്ടുപോകും അഖലി. കമാ വറദ ഫീ ഹദീസി ഇസ്ലാമി ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമായത് നോക്ക്. ഹീന ദഖല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കിലേക്ക് വന്നാല് ഖാലിദ് വസല്ലമ അലൈഹി ബിൻ നുബുവ്വത്തി, നുബുവ്വത്തിന്റെ പേര് പറഞ്ഞിട്ട് സലാം പറഞ്ഞു. ഇങ്ങനെ യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്. അപ്പൊ ഫറദ്ദ അലയ്യ സലാം, എനിക്ക് സലാം മടക്കി. ബിവജ്ഹിൻ തൽഖിൻ, പ്രസന്നമായ മുഖത്തോടുകൂടി തങ്ങൾ എനിക്ക് എന്താണ് സലാം മടക്കി. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഇന്നി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്നക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഷഹാദത്തിൽ ചൊല്ലി. ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, തആൽ, ഇങ്ങോട്ട് വാ. ഫഅക്ബൽ, അടുത്തേക്ക് വന്നു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ഹദാക, നിന്നെ ഹിദായത്തിലാക്കി റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. ഖദ് കുൻതു അറാ ലക അഖലൻ, എനിക്ക് വലിയ അഖലുണ്ട് എന്ന് കാണുന്ന ആളാ ഞാൻ. അപ്പൊ ഇസ്ലാമിലേക്ക് വന്നില്ലേ? റജൗതു അല്ലാ യുസ്ലിമക ഇല്ലാ ഇലൽ ഖൈരി, ആ അഖല് ഖൈറിലേക്കല്ലാണ്ട് നിന്നെ എത്തിക്കൂല എന്ന് ഞാൻ നേരത്തെ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ബാക്കിയിൽ എന്തുണ്ട്? അഖലുള്ളത് കൊണ്ട് ഖൈറിലേക്ക് തന്നെ വരും. ഖാലിദ് ഒരിക്കലും വെല്ലിപ്പോകില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. وروى الطبراني عن قرة بن هبيرة رضي الله عنه أن النبي صلى الله عليه وسلم فقال إنه قال لنا أرباب وربات, ഞങ്ങൾക്ക് ആൺ ദൈവങ്ങളുമുണ്ട് പെൺ ദൈവങ്ങളുമുണ്ട്. നഅ്ബുദുഹുന്ന മിൻ ദൂനില്ലാഹി അസ്സ വജല്ല, അല്ലാഹനെ കൂടാതെ ഇതിനെല്ലാം ഞങ്ങൾ ആരാധിച്ചു. ഫദഅഉനാഹുന്ന, നമ്മൾ അവരെ വിളിച്ച്. ഫലം യുജിബിന, ഒരു ഉത്തരവും കിട്ടുന്നില്ല. വസഅൽനാഹുന്ന, അവരോട് ഞങ്ങൾ പലതും ചോദിച്ചിട്ട് ഫലം യുഅതീന, ഒന്നും നൽകിയിട്ടുമില്ല. അതുകൊണ്ട് ഫജീനാക, തങ്ങളത്തിലേക്ക് വന്നതാണ് എന്ന്. അതൊക്കെ ശിർക്കിന്റെ ആരാ പറഞ്ഞത്? ഫഹദാനല്ലാഹു ബിക, തങ്ങൾ മുഖേന എന്താക്കി? നമ്മൾ അല്ലാഹു തആല ഹിദായത്തിലാക്കി. അപ്പൊ ഹിദായത്ത് അല്ലാഹ് തന്നെ, പക്ഷെ തങ്ങൾ വാസിക്കാം. ഫനഹനു നഅ്ബുദുല്ലാഹ്, ഇവിടെ നമ്മോട്ട് എന്താക്കാം? അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുക്കാം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ റുസിക ലുബ്ബ, നല്ല ബുദ്ധി നൽകപ്പെട്ട ആൾ മുഫ്ലിഹായല്ലോ. അപ്പൊ മുഫ്ലിഹാകാനുള്ള കാരണമായിട്ട് എന്താക്കി? ലുബ്ബിന്റെ അർത്ഥം എന്താണ്? അഖലിന്റെ മറ്റെല്ലാ സായിബത്തും അരിച്ചു പറക്കിയിട്ട് എന്താക്കി? തനിച്ച ബുദ്ധി എടുക്കുമ്പോൾ ലുബ്ബ് എന്ന് പേരായി. അതിനെ സ്വാധീനിച്ച അല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു വിട്ട എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട്
അതിന്റെ ജമ്മാണേത് അൽബാബ്. അതുകൊണ്ടാണ് മജ്‌ലിസുൽ അൽബാബാക്കിയത്. ഒരു ഇസങ്ങളോ ഒന്നും സ്വാധീനിക്കാൻ പാടില്ല. فقال يا رسول الله ألبسني ثوبين من ثيابك قد لبستهما. തങ്ങൾ ധരിച്ച വസ്ത്രമുണ്ട്, അതെനിക്ക് തരണമെന്നോ, എനിക്ക് ധരിപ്പിക്കണം. അപ്പം കസാഹു ഉടനെ കൊടുത്തു. അപ്പം തങ്ങളെ ബർക്കത്തിനോട് ചോദിച്ചത്. അറഫാത്തിൽ തങ്ങൾ നിന്ന അവസരത്തിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആഇദ് അലയ്യ മഖാലതക, നിന്റെ ആ മക്കാലത്തിനൊന്ന് മടക്കിപ്പറാന്ന്. ഇത് നമുക്ക് കുറേ അർബാബ് റബ്ബാത്ത് കൊണ്ട് ആരാധിച്ചിട്ട് ഒരു ഫലവും കിട്ടിയിട്ടില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴും പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ റുസിക ലുബ്ബാൻ. സഹാബിമാർക്കൊന്ന് അത് അറിയിച്ചു കൊടുക്കണമല്ലോ. ആയി അക്കലൻ, ലുബ് എന്ന് പറഞ്ഞത് അക്കലൻ റാജിഹൻ ഇഹ്തദാ ബിഹി ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് വഴി കാണിച്ച ആ അക്കലാണ്. അതുപോലെ ഫിഅലുൽ മഅ്മൂറാത്ത്, കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കലിലേക്കും തർക്കിൽ മൻഹിയാത്തിലേക്കും പ്രേരിപ്പിച്ച അതാണ്. അത് ഖാല അല്ലാഹു തആല ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ഉലുൽ അൽബാബ് മാത്രമേ തദക്കുർ ചെയ്യുള്ളൂ എന്നുണ്ടല്ലോ. തദക്കുറിന്റെ പൂർണ്ണ മാനിയും കുറേ കാലം ഞാൻ തേടിയെടുക്കുന്നു. ഇത് അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് കമൻ ഹുവ അമാന്റെ വിശദീകരണമാക്കാൻ പറഞ്ഞിട്ട് പണ്ട് ബഷീർ ഉസ്താദിനോട് ഞാൻ അതിൻ്റെ ലാഹിറ വിശദീകരണം പറയാൻ പറഞ്ഞു. പറഞ്ഞാമോ സൂറത്തുൽ റഅദിലല്ലേ. അപ്പൊ തദക്കുറിന്റെ മാന വിശാലമായ മാന കിട്ടിയിട്ടില്ല. പക്ഷേ ഒരു രൂപം പറഞ്ഞിട്ടുണ്ട്. ഇമാം സർകശി റളിയല്ലാഹു അൻഹു ശറഹുൽ ബുർദയിൽ അമിൻ തദക്കുറി ജീറാനിന്നാണ് തദക്കുർ പറഞ്ഞില്ലേ. ആ തദക്കുറിലാണ് താരീഫ് പറയുന്നത്. സർകശി ഇമാമിന് ബുർദക്കൊരു ശറഹുണ്ട്, ഇവിടെ ഉണ്ടത്. സാധാരണക്കാർക്ക് അത് വേദിയില്ല. അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉലുൽ അൽബാബിന് മാത്രമാക്കി ഇന്നമിട്ടിട്ട് ഇന്നമ നോക്ക് യതദക്കറു എന്നുള്ളത് ഉലുൽ അൽബാബിന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ലേ. അത് കൽബിന്റെ ഒരു പണിയാണ് തദക്കുറ്. കൽബ് ഒന്നിങ്ങനെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് എന്താക്കുന്നറിയാമോ, ഉള്ളിലേക്കാടെ വെക്കും. എന്നിട്ട് ആടെ ആവശ്യപ്പെടോ ഇത് നിർത്തി വെക്കണോ അല്ല തള്ളുന്നോ, എന്താക്കും എല്ലാം തള്ളിക്കളി മായ്ച്ചു ആ ഡിലീറ്റ് ചെയ്യുന്ന എന്താ പറയുന്നത്, മായ്ക്കലിന് എല്ലാം അത് ഫീഡ് ചെയ്ത് അവിടെ സൂക്ഷിക്കുമ്പോൾ ബയ്യ മെമ്മറിയിൽ വെക്കണമെന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് കയറ്റി വെക്കും. കയറ്റി വെച്ചതിന് ശേഷം ഇത് പുറത്തെടുക്കേണ്ട സാഹചര്യത്തിൽ എന്താക്കും ഇങ്ങോട്ടേക്ക്. അപ്പോൾ തഹഫുളാണ് മറ്റേത്. ഈ കയറിയത് മറങ്ങിപ്പോവാത്ത രീതിയിൽ ഫീഡ് ചെയ്ത് എന്താക്കണം, തിരിച്ചെടുക്കണം. അപ്പൊ തഹഫുള് ഇങ്ങോട്ടേക്ക്, തദക്കുർ ഇങ്ങോട്ടേക്ക്. അതിൽ പിന്നെ അവിടെ ഉണ്ടാവില്ലല്ലോ, സ്റ്റോക്ക് ഉണ്ടാവില്ലല്ലോ. അതെ അല്ല തഹഫുള് അതെ, അല്ലെങ്കിൽ തദക്കുർ പുതിയ ഇറക്കേണ്ടി വരും. അപ്പൊ തദക്കുറിൽ എന്താ കേറിയത് എന്ന് ആദ്യം നോക്കുന്നില്ല. ഇപ്പൊ അവിടെ നിന്നാ പിന്നെ നമ്മളെ ചർച്ച അവലംബിക്കുന്നു. ഇപ്പൊ തദക്കുറിന്റെ അസൽ കേഫിയത്ത് തിരിഞ്ഞു. അപ്പൊ അമിൻ തദക്കുറി ജീറാനിൻ ദീസലമിലുള്ള കുറെ ജാറുകളുണ്ട്. അവർ വന്ന് അതിന്റെ മനസ്സിലെന്താക്കി കയറി വന്നിട്ട് ആദ്യം എന്താക്കും, ഹിസ്റ്റിൽ വന്നു, പിന്നെ ഹയാലിൽ വന്ന് കൽബിലേക്ക് പോയി. അങ്ങനെ ലഹ്യ തർത്തീബാക്കി. അതെന്താക്കും, കൽബിന്ന് കളയണ്ടാടെ ഫീഡ് ചെയ്ത് വെക്കുന്നത്. ഫീഡ് ചെയ്ത് വെച്ചിട്ട് ഒരവസരത്തിൽ ഉണ്ടാക്കും തദക്കുറിലേക്ക് എടുത്തു. തദക്കുർ വന്നപ്പോൾ പണ്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നുണ്ടാവും. അതുമായി ബന്ധിച്ച കാര്യങ്ങളൊക്കെ അത് തദക്കുർ ചെയ്ത് തഫക്കുർ ചെയ്യും. തഫക്കുർ അതിന്റെ തഫാസീലിലേക്ക് കിടക്കലല്ലേ. അതായത് പുറത്തെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടാണല്ലോ അതിനെ കെട്ടയിക്കുന്നത്. അപ്പൊ ഉലുൽ അൽബാബിന് മാത്രം തദക്കുർ പറഞ്ഞിരിക്കുന്നത്. വലിയ തദക്കറ ഉലുൽ അൽബാബ്, അത് തദക്കുറാണല്ലോ അസ്ലി. وفي هذا بيان منه صلى الله عليه وسلم أن الأكل الرجيح, മറ്റുള്ള ആളെ മറികടക്കുന്ന അക്കല് യുൽസിമു സാഹിബഹു, അതിന്റെ സാഹിബിനെ നിർബന്ധിക്കും, ഇൽസാമാക്കും, ബിത്തമസ്സുക് ബിഹാദ ദീനിൽ ഇസ്ലാമി, ഇസ്ലാമിയ ദീൻ സ്വീകരിച്ചേ പറ്റൂ.
വഴിമാറി സഞ്ചരിക്കാൻ വിടൂല. എന്തുകൊണ്ട്? ലിഅന്നഹു ദീനുൻ കാമിലുൻ സഹീഹുൻ, കാമിലായ ദീനാണ്. മറ്റൊരാളോട് ഒരു ആദർശവും കടം വാങ്ങേണ്ട ആവശ്യമില്ല. ഉള്ളതാണെങ്കിലോ സഹീഹുമാണ്. വഹുവ ഗായത്തു ബഗിയത്തിൽ അഖ്ലി റജീഹി, മേത്തരം അഖൽ ആഗ്രഹിക്കുന്നതും ഈ ദീൻ കിട്ടണമെന്നാണ്. കമാ റുവിയ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റഅസുൽ അഖ്ലി ബഅദൽ ഈമാനി ബില്ലാഹി അൽ ഹയാഉ വഹുസ്നുൽ ഖുലുഖി. കണ്ടാ, അഖിലിന്റെ റഅസ്, അപ്പോൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചതിന് ശേഷം കിട്ടേണ്ടത് ഹയാഉം ഹുസ്നുൽ ഖുലുഖാണ്. അതുണ്ടായ ഓന ആരും നന്നാക്കി. ലിഅന്നൽ ഇസ്ലാമ ഹുവ ദീനുൽ മുഹക്കം, അത് മുഹക്കമായ ദീനാണ്. ഏത്? ഇസ്ലാം. മുഹക്കം എന്ന് പറഞ്ഞാൽ ശരിയായ അഖലിയായ കാര്യങ്ങളെ കൊണ്ട് സുബൂത്താക്കപ്പെട്ട് അതിനെ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. വഹുവൽ മഅഖൂലുൽ മുബറം, വളരെ മഅഖൂലാണ് ദീൻ. അന്ധവിശ്വാസങ്ങളോ കേട്ടുകേൾവികളോ ഐതിഹ്യങ്ങളൊന്നുമില്ല. قال الله تعالى إنا أنزلناه قرآنا عربيا لعلكم تعقلون. അറബിയായ ഖുർആനെ നാം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഖുർആന്റെ ഭാഷ അറബിയാണ്. അപ്പോൾ അറബീൻ്റെ കാനൂനോടത്താലേ ഖുർആൻ പറയുള്ളൂ. നാടൻ കാനൂന് പോലെ ഖുർആൻ വായിച്ചാൽ ഖുർആൻ ആവില്ല. അതിനെ പിടിച്ചെടുത്തിട്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞല്ലോ, അറബിയായിരിക്കണം. അറബിയാകുമ്പോൾ മംഗോസൂലത് അറബിയാണ്, ഇഹ്യാലുദ്ദീനും അറബിയാണ്, ഹിക്കമും അറബിയാണ്. അപ്പോൾ അത് ആമ്മയില്ലേ. പക്ഷേ അതിൻ്റെ ലഫ്ള് അടക്കം അതിനെ വള്ളി പുള്ളി എന്താക്കണം? ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത അതേ കലിമത്തായിരിക്കണം. അപ്പം അതിൻ്റെ ഏതാണ് സാധനം? അതിൻ്റെ ഫസ്ല്, ജിൻസും ഫസ്ലും ഇല്ലേ? അതെ, അതിൻ്റെ ആവശ്യം എന്താ? ലഅല്ലക്കും തഅഖിലൂൻ. അത് ഇറക്കിയതിൻ്റെ ആവശ്യകത പറയുന്നത് ലഅല്ലക്കും തഅഖിലൂൻ. എന്താ തഅഖില്? തഅഖിലൂന മആനിയഹു വ അവാമിറഹു വ മനാഹിയഹു, അതിൻ്റെ മാനകളും അതിലെന്തെല്ലാം അമ്രുണ്ട്, അതെല്ലാം വിരോധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പരിശോധിച്ചാൽ തഅലമൂന യഖീനൻ, യഖീനായ നിങ്ങൾക്കറിയാൻ കഴിയും, അന്നഹു ലാ യഅ്മുറുക്കും ഇല്ലാ ബിമാ ഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഖൈറുള്ളതല്ലാതെ ഒന്നും കൽപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. വലാ യൻഹാക്കും ഇല്ലാ അമ്മാ ഹുവ ശർറുൽ ലക്കും, നിങ്ങൾക്ക് ഷർറുണ്ടാക്കുന്ന കാര്യമല്ലാതെ വിരോധിച്ചിട്ടുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. അഖ്ൽ ഉപയോഗിക്കണം. കമാ ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇദാ സമിഅത അല്ലാഹ യഖൂലു, അല്ലാഹു തആല പറയുന്നത് നീ കേട്ടാൽ എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ട്. എന്തോ പടച്ചോൻ വിളിച്ചിട്ടുണ്ട്. എന്താ വിളിച്ചത്? എന്താ പറയുന്നത്? എന്താക്കണം? ഫർഇഹാ സംഅക, നിന്റെ കാത് അതിലേക്ക് അങ്ങ് കൊടുത്തേന്. കാത് മറ്റുള്ള എല്ലാം വിട്ടിട്ട് ഇതാ കൊടുക്കണം. ഫകുല്ലു മൻ ഇസ്തമഅ ഇലാ ഹാദാ ദീനി, ഈ ദീനിന്റെ വിളിയാളത്തിലേക്ക് ഒരാൾ കേട്ടാൽ, വഅഖലഹു, അത് അഖലും ചെയ്താൽ, വബഅഹു, അത് മനപ്പാടമാക്കി, വഫഹിമഹു ലാ ബുദ്ദ അൻ യുസ്ലിമ, അതിന് വെളിപ്പെടലല്ലാതെ നിർച്ചുണ്ടാവില്ല. വയസ്തസ്ലിമ ഇലൈഹി. വലമ്മാ ദഖലൽ അറാബിയുൽ ഫിത്രിയുൽ ആഖിലു, ആഖിലായ ഒരു അറാബി കയറി വന്നു. ഫിത്രി ഏതാന്ന്? മൂപ്പറ ജനിച്ച പോലെ ഉണ്ട്, ഉള്ളതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. ആക്കിലാന്ന് എവിടത്തേക്ക് വന്ന് അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക്, വബയ്യന ലഹു അവാമിറൽ ഇസ്ലാമി വ മനാഹിയഹു, ഇസ്ലാമിൻ്റെ കൽപ്പനകളും അതിൻ്റെ വിരോധിച്ച കാര്യങ്ങളും തങ്ങളെന്ന് പറഞ്ഞു കൊടുത്തു. ഫഖറജൽ അറാബിയു, പുറപ്പെട്ട് വാലൻ ഇസ്ലാമഹു, ഇസ്ലാം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മൂപ്പർ അങ്ങോട്ട് പുറത്തുപോയി. ഫഖാല ലഹു ഖൗമുഹു, കൗമീങ്ങളെ ചോദിക്കുന്ന, ബിമാ അറഫ്ത അന്നഹു റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിൻ്റെ റസൂലാണ്, നിങ്ങൾക്ക് എങ്ങനെ തിരിഞ്ഞില്ല അദ്ദേഹത്തിനോട്? ഫഖാലൽ അറാബിയ്യു, പറഞ്ഞു, മാ അമറ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅംദിൻ ഖാലൽ ലഖലു ലൈതഹു നഹാ അൻഹു, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധി പറയൂല. എന്ത്? ലൈതഹുന, അത് വിരോധിക്കേണ്ടതായിരുന്നു എന്ന് ബുദ്ധി പറയുന്നില്ല. അപ്പം ബുദ്ധിയും തങ്ങൾ പറഞ്ഞു തമ്മിൽ വളരെ മുത്താബക്കത്താണ്. കണ്ടുപോയാ അതാ മാ അമര നബിയുടെ കാലല്ലക്കലും. എന്താ കാലന്റെ മക്കോല്? ലൈതഹു നഹാ അൻഹു. ദുന്യാവിൻ്റെ കാര്യമൊന്നും നല്ലതിനോട് സഹകരിക്കൂല. കരണ്ട് പോയതാ? എന്നപ്പാ ഇൻവെർട്ടർ
ഷമാസേ അതിങ്ങ് പോയാ അതെല്ലാം ഭയങ്കര ഓവറായിട്ട് വന്നിട്ടുണ്ട്. നന്നാക്കിയതാ നീണ്ട ബാബാ അത് ബാബാ ഇത് കാര്യമായ വിഷയമാണ്. അള്ളാഹിന്റെ റഹ്മത്തിറങ്ങുന്ന വേദിയാണ്. സാലിഹ്യങ്ങളെ പറയുമ്പോൾ റഹ്മത്തിറങ്ങുമെന്ന് പറഞ്ഞത് ഇനി തങ്ങൾ ഞങ്ങളുടെ സാലിഹ്യവരുണ്ട് പറഞ്ഞു വെച്ചാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഒരു കാര്യം കൽപ്പിച്ച ഒന്ന് ആക്കല് പറയൂല ലൈതഹു നഹാൻഹു. അപ്പൊ ലൈതഹു നഹാൻഹു എന്നില്ല കാലല്ലക്കലൂടെ മക്കൂല്. ഇനി തിരിച്ചു വെക്ക് വലാ നഹാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടില്ല ഷൈഇൻ കാലല്ലക്കലു ലൈതഹു അമ്ര. അത് കൽപ്പിക്കണമായിരുന്നു ആക്കല് പറയൂല. അമ്രും നഹിയും മുഴുവൻ അക്കലിനോടൊപ്പം. വഖദ് അദറക അബ്ദുൽ മുത്തലിബി അവർകൾ ഉപ്പാപ്പ ഹഖീയത്തുൽ ആഖിറത്തി ആഖിറം ഹക്കാണ് എന്ന് മൂപ്പർ മനസ്സിലാക്കിയെന്നുണ്ട്. അപ്പോൾ അക്കല് കൊണ്ടാണ്. കാരണം അതിന് മുമ്പ് ഒരു റസൂൽ വന്ന് തബ്ലീഗ് ചെയ്തിട്ടില്ലല്ലോ. വദാലിക മൂപ്പർ അക്കലെന്താക്കി എല്ലാ ഖൈറത്തിലേക്ക് എത്തിച്ചു. വദാലിക അന്നഹു ഖാല യൗമൻ ഒരു ദിവസം പറഞ്ഞു മാ മിൻ ളാലിമിൻ യസ്തദ്ദു ദുൽമുഹു ദുൽമ് കഠിനമാകുന്ന ഏത് ളാലിമുണ്ടെങ്കിലും ഇല്ലൻ തഖമല്ലാഹു മിൻഹു ഖബല അൻ യമൂത. അയാൾ മരിക്കുന്നതിന് മുമ്പ് അതാൾക്ക് ശിക്ഷ കിട്ടാണ്ടിരിക്കൂലാന്ന്. ഫഖീല ലഹു അപ്പം പറഞ്ഞു ഫുലാനുൻ ജാറ വതഗ ഇന്നൊരാൾ വലിയ അക്രമം ചെയ്ത് അതിര് വിട്ട് കടന്നിട്ടുണ്ട് എന്ന്. ഫഖാല ഇൻ തഖമല്ലാഹു മിൻഹു യൗമ കദാ ഇന്നാലിന്ന ദിവസം എനിക്ക് ശിക്ഷയും കിട്ടിയെന്ന് പറഞ്ഞു. ഫഖീല ലഹു ഫുലാൻ ഫഖാല ഇൻ തഖമല്ലാഹു മിൻഹു യൗമ അങ്ങനെ ഒരു ഫുലാനെ പറ്റി പറഞ്ഞപ്പോൾ അവനും ശിക്ഷ കിട്ടിയെന്ന് പറഞ്ഞു. ഫഖീല ലഹു ഫുലാനുൻ ജാറ വതഗ വലം യുസിബ്ഹു ശൈഉൻ ഇന്ന ആള് അക്രമം ചെയ്തിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പൊളിഞ്ഞില്ലേന്നല്ലേ. ഫഫക്കറ തവീല മൂപ്പർ കുറച്ച് ആലോചിച്ചിട്ട് പറഞ്ഞു സുമ്മക്കാല ഇതെല്ലാം ബുദ്ധ മിൻ യൗമിൻ ആഖർ യന്തഖിമുല്ലാഹു ശിക്ഷ കിട്ടുന്ന മറ്റൊരു ദിവസം വരാണ്ടിരിക്കൂല എന്ന്. അത് തന്നെ മൂപ്പർ തൗഹീദിലേക്ക് എത്തും. മൂപ്പറ കാലത്ത് അവിടെ എന്തെല്ലോ സ്ഥാപിച്ചത് കൊണ്ട് ഓരോ അതിൻ്റെ ആളായിക്കൊള്ളുന്നില്ലല്ലോ. എന്നാൽ ജാഹിലിയത്തില് വക്കലാനെ അല്ലാഹു തആല ഉണർത്തുന്നു. ഫഖാല സുബ്ഹാനഹു വതആല അം ഹസിബല്ലദീന ഇജ്തറഹുസ് സയ്യിആതി അൻ നജ്അലഹും കല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി സവാഅം മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ وخلق الله السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون. ആയത്തിൽ മൂപ്പറെ ഇസ്തിംബാത്തിലേക്ക് എത്തണേ കുറച്ച് ടൈം എടുക്കുന്നു. എന്താണ് വക്കലായിനെ ഉണർത്തി അല്ലേ? എന്താ ഉണർത്തിയത്? സയ്യിആത്തിന വല്ലാണ്ട് പ്രവർത്തിച്ചൊരു കൂട്ടർ അവരെ ഈമാനും അമാലു സാലിഹാത്തും ചെയ്തവരെ പോലെയാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാളും തുല്യരല്ല എന്നുവെച്ചാൽ അവരുടെ മഹിയാവും മമമാത്തും സമമാവൂല. അവങ്ങനെ സമമാണെന്ന് തീരുമാനിച്ച സാമായ ഹക്കുമോ. അപ്പം നന്മൻ്റെ ഒന്ന് വേറെയുണ്ട്, തിന്മൻ്റെ ഒന്ന് വേറെയുണ്ട്, അതിൻ്റെ ജസാവും വേറെയുണ്ട് എന്നെന്താക്കി അക്കലുകൊണ്ട് ആലോചിക്കാൻ കഴിയും. സമമാവൂല എന്നല്ല ആകുമെന്ന് തോന്നുന്നുണ്ടോ എന്നല്ല ചോദിച്ചത്. അപ്പൊ തോന്നാൻ പാടില്ല. ആ അക്കലിലേക്ക് പണി കൊടുത്തു. എന്നിട്ടോ ആകാശഭൂമി അല്ലാഹു തആല ഹക്കുമായി ബന്ധപ്പെട്ട് പടച്ചതാണ്. കുല്ലു നഫ്സിൻ ബിമാ കസബത് ഓരോ നഫ്സും എന്താ അധ്വാനിച്ചത് അതിന് പകരമായി പ്രതിഫലം. അപ്പൊ അതായി ഇജ്തറഹു സയ്യിആത്തിക്ക് അത് കിട്ടും. പിന്നെ ആമിനു അമിലു സ്വാലിഹാത്തി അതും കിട്ടും. ഒരു തരത്തിലുള്ള ദുൽമ മറത്തോടൂല എന്നാ പറഞ്ഞത്. ومن ثم قال الله تعالى مخبرا عما يقول الكفار يوم القيامة ഖിയാമത്ത് നാളിൽ കുഫാർ പറയുന്നത് അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്ത്
وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير نمندالي كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير എല്ലാ നിങ്ങളുടെ നരകത്തിൽ പോകാൻ വേണ്ടി വന്നത് നദീർ വന്നിട്ടില്ലേ? അവർ പറയുന്നു നമുക്ക് അക്കലില്ലാണ്ട് പോയി. അപ്പം അക്കലില്ലാണ്ട് വന്നപ്പോൾ അക്കലിൻ്റെ നെഫിയാണ് എന്തിനുണ്ടാക്കിയത്? അമ്പിയാക്കളെ സ്വീകരിക്കാൻ നിഷേധിച്ചത്. അപ്പോൾ ഉത്തരം ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, അസ്ഹാബി സഈറിൽ പെടുമായിരുന്നില്ല. അതേതാ മുഖദ്ദമ്? ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മുഖദ്ദമ്. മാ കുന്നാ ഫി അസ്ഹാബി സഈർ അതിൻ്റെ താലി അല്ല, താലി നഫി ചെയ്താൽ മുമ്പുള്ള മുഖദ്ദമിന് നഫി വരും. എന്താ താലി നഫി? അസ്ഹാബി സഈർ ആയിട്ടുണ്ടെന്ന്. മാ കുന്നാനെ നിഷേധിച്ചാൽ എന്താവും? ആയി തീരുന്നില്ല. അതിൻ്റെ മന്ദിക്കിൻ്റെ പ്രയോഗം അത് തന്നെയാണ്. വേറെ മന്ദിക്കിൻ്റെ സാധനമൊന്നുമില്ല. എല്ലാ ഇബാറത്തിലുണ്ടാവും മന്ദിക്ക്. താലി എതിരാവില്ലേ? മാ കുന്നാ ഫി അസ്ഹാബി സഈർ. ഇതെന്താകാം? ബൽ കാനു, ബലിട്ട് ഡിസ്റ്റൻസ് ചെയ്തിട്ട് കാനു പിന്നെ അസ്ഹാബി സഈർ. അപ്പോൾ എന്താ പോയി? അക്കല് പോയി. യാനി അന്നഹും ലൗ സമിഉ ലിഹാദ ദീനി, ഈ ദീനിനെ ബുദ്ധിപൂർവ്വം അവർ കേട്ടിരുന്നുവെങ്കിൽ ലഅലിമു വഅഖലു അവാമിറഹു, ഈ ദീൻ കൽപ്പിക്കുന്ന അവാമിർ കൽപ്പനകളും വമആനിയഹു അതിൻ്റെ മാനകളും അതിൻ്റെ ഹിക്മത്തും അഹ്കാമും എല്ലാമായി. പക്ഷേ ലാക്കിൻ അമു വസമ്മു, അവരെന്താക്കി അക്കലിനെ പലതും കീഴടക്കിയിട്ടുണ്ട്. കുറേ തഖലീദാത്ത്, കുറേ പണ്ടും പണ്ടേ ഖാലിന് റഫ്ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് പിന്നെ മണിക്ക് പറഞ്ഞ ശരിയായിരിക്കും. പക്ഷെ പണ്ടും പണ്ടേ നമ്മീത ഓതിയിരുന്നു. അങ്ങനെ എത്രയോ നെയ്ച്ചോറും ബൈച്ചി വാലനാമിൻ അക്കദാഹി ഖുസൂസ്, അക്കദാഹ് എന്നാണ് വായിക്കേണ്ടതെന്ന് തന്നെ പറഞ്ഞ് ഇഖ്ദാഹല്ല, കദഹിൻ്റെ ജമ്മ അക്കദാഹ്. ഞാൻ പറഞ്ഞ നാവിയേറ്റല്ലേ ശരിയാണ്, പക്ഷെ നമ്മൾ തിരുത്തൂല. അതുകൊണ്ട് ഇത്ര കാലം ഇങ്ങനെ ഓതിയിട്ടാണെന്നുണ്ടാക്കി നെയ്ച്ചോറ് വീഴ്ചത് എന്നാണ്. നമ്മൾ ധാരാളിന്നാവതി ഇത്ര കാലം. അപ്പോൾ പണ്ടും പണ്ടേണ് ഉണ്ടാക്കി. അതാലിമാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒന്നിനെ സ്വാധീനിച്ചിട്ട് ബുദ്ധിനാടെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അതിനോട് എതിര് പറഞ്ഞു പോയി എന്തോ സംഭവിക്കുമെന്നുള്ള ഒരു ഒന്നിക്ക് കാപ്പറാവലാവാം, അല്ലെങ്കിൽ മുജാഹിദാവലാവാം, അല്ലെങ്കിൽ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെടലാവാം. അങ്ങനെ എന്തെല്ലോ അവിടെ കുടുക്കി വെച്ചിട്ടുണ്ട്. അത്ര കൂട്ടിറക്കുന്നുണ്ടാവില്ല, ഹക്ക് തിരിയൂല. അപ്പോൾ സ്വാധീനിച്ചിട്ടുണ്ടാവും പണ്ടും പണ്ടേ. അത് നമുക്ക് കഴിഞ്ഞ ചോദ്യം. വഅനിൽ ഹസനിൽ ബസരി റളിയല്ലാഹു അൻഹു മുർസലൻ, എന്നാ മുർസലി താബീന് ശേഷം സനദിന് ആള് പോയി. പക്ഷേ യർഫഉഹു മർഫൂആയിട്ടുണ്ട്. ലമ്മാ ഖലഖല്ലാഹു തആല അൽ-അഖ്ല, അഖിലിനെ പടച്ചപ്പോൾ ഖാല ലഹു, അഖിലിനോട് അന്ന് കൽപ്പിച്ച് അഖ്ബിൽ, ഇങ്ങോട്ട് വാ. ഫഅഖ്ബല, അപ്പം വെളിപ്പെട്ടു നൈ. സുമ്മ ഖാല ലഹു അദ്ബിർ, പിന്നോട്ട് പോകുന്ന പറഞ്ഞപ്പോൾ അദ്ബറ. അപ്പോൾ പറയുന്ന കൽപ്പനക്ക് അനുസരിക്കുന്നുണ്ട്. ഫഖാല മാ ഖലഖതു ഖൽഖൻ അഹബ്ബ ഇലയ്യ മിൻക, അഖിലെ നിന്നേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഖൽഖിനെ ഞാൻ പഠിച്ചിട്ടില്ല. ബിക ആഖുദു വബിക ഉഅതി, നീ അഖില മുഖേനയാണ് എന്താകല് ഞാൻ വാങ്ങലും ഞാൻ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ കൊടുക്കലും വാങ്ങലും എൻ്റെ പക്കൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അഖിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ശിക്ഷ കിട്ടലാണെങ്കിൽ അത്, പ്രതിഫലം കിട്ടലാണെങ്കിൽ അത്. അപ്പോൾ അഹബ്ബുൽ തആല അഖിലിനെയാണ് മൊത്തത്തിലാണ് ഇപ്പം അല്ലാഹു തആല ഏറ്റവും പ്രിയപ്പെട്ട സാധനം എന്ന് പറഞ്ഞത്. അതേപോലെ റസൂലുകളുടെ കൂട്ടത്തിൽ അഹബ്ബ് ഏതാണ്? ഹുവ അഖ്ലു സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയന്ന അക്മലുൽ ലുഖൂൽ, അഖലുകളിൽ ഏറ്റവും സമ്പൂർണ്ണമാണ്. വഅർജഹുഹാ വഅവ്സഹുഹാ വയതജല്ലാ ലക കമാലു അഖലിഹി വസഅതു ഫിക്രിഹി, തങ്ങളുടെ ഫിക്റിന്റെ വിശാലതയും അഖലിന്റെ കമാലും നിനക്ക് തെളിഞ്ഞു കിട്ടും. ഫീ ജമീ ഖലായാഹു, തങ്ങളെടുത്ത തീരുമാനങ്ങളുണ്ട് പലതിലും, ഖളിയകൾ. വഅമാലിഹി വഅഖ്വാലിഹി വഅഹ്വാൽ, എല്ലാത്തിലും മനസ്സിലാക്കാം. വനഹനു നദ്കുറു ലക ഇൻഷാ അല്ലാഹു തആല അത്റാഫൻ മൂജസ, ഇൻഷാ അല്ലാഹ് അതിലില്ലേ നമ്മൾ പറയണല്ലോ. അത്റാഫൻ മൂജസതൻ, കുറഞ്ഞ ചുരുങ്ങിയ ചില കാര്യങ്ങൾ പറയും. ഹിയ ഖത്റത്തും മിൻ ബഹരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ആ ബഹറിൽ നിന്നുള്ള ഒരു തുള്ളി മാത്രമായി കണക്കാക്കിക്കോന്നു. അവലൻ, അത് പറ്റത്തീരൂല. നോക്കാം.
ഇന്ന മുവാജഹതഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ആലമീൻ. തങ്ങൾ വരുന്ന അവസരത്തിൽ ആരോടാണ് അഭിമുഖീകരിക്കേണ്ടതെന്ന് ചിന്തിക്കും. എല്ലാവരും തങ്ങളെ കൊണ്ടാന്ന് സ്വീകരിക്കാൻ ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്, എല്ലാവരും ഞങ്ങൾ തന്നെ കാക്കുന്നെന്ന് പറഞ്ഞിട്ട് കാത്തു നിന്നാണെങ്കിൽ വേഗം കൊടുത്തിട്ട് ഒഴിവാകായിരുന്നു. അതാത് മൂപ്പറിടുന്നു. ഇന്ദശറത്തിൽ ജാഹിലിയത്തുൽ ജുഹലാ, ജാഹിലിയത്ത് തന്നെ എന്താ ജുഹലാ കഴിഞ്ഞു. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്നെ ജുഹലാകാണ്. ജുന്ന ജുനൂനു എന്ന് പറയില്ലേ, ഭ്രാന്തിന്റെ ഭ്രാന്ത് പിടിച്ചിരുന്നു. ചില കിതാബിൽ കാണാം ജുന്ന ജുനൂന കുറൈശ്. ഇനി പറയാൻ പെടൂല. അപ്പൊ ഇപ്പൊ എന്തിനാ വർക്ക് ചെയ്തേ? അപ്പൊ ജുഹലാകായ ജാഹിലിയത്ത് ഫീ ജമീഇ തബഖാതിഹി, ലോകത്തിന്റെ മുഴുവൻ തബക്കയിലുണ്ട്. വമിലലിഹി, മിനി മില്ലത്തുണ്ട് എന്ന് വെക്കാം, അതിലും കടന്നു കൂടിയിട്ടുണ്ട്. മില്ലത്ത് ഏതാണ്? ഒരു മതത്തിന്റെ, തൗറാത്തിൻ്റെയോ ഇഞ്ചീലിൻ്റെയോ ആളായിട്ടുള്ള അവരിലുണ്ട്. അറബിലുമുണ്ട്, അജമിലുമുണ്ട്. ഹത്താ ഇന്നഹും ലല്ലത്ത് ഉഖൂലുഹും, അവർ അഖില് തന്നെ എന്തായി ദലാലത്തിൽ, അഖിലിനെ പിടിച്ചു കൊണ്ടുപോയി. വജഹിലു ദീനഹും, അവർക്കുള്ള ദീനിനെ അറിഞ്ഞില്ല, ജഹിലാണ് അല്ലേ. വസാറു യഅ്ബുദൂന ഔസാനൻ വഅഹ്ജാറൻ, ഔസാനുകളെയും കല്ലുകളെയും അവർ ആരാധിക്കുന്നുണ്ട്. ഇത് നഹതത്ഹ ഐദീഹിം, അവർ കൈകൊണ്ട് തന്നെ ചെത്തി ഉണ്ടാക്കിയിട്ട്. നല്ല മരം കൊണ്ടൊന്നും ഉണ്ടാക്കും, ഒന്നിനുണ്ടാക്കും. അതല്ല ഞമ്മ പണ്ട് അംറു ബിൻ അബ്ബാസിന്റെ കഥയിൽ പറഞ്ഞ്, ഞങ്ങൾ വൈഭവം എന്താക്കും, നല്ല 3-4 കല്ല് കിട്ടും, അതിൽ സ്റ്റൈലുള്ളത് ഇലാഹാക്കിയിട്ട് വെക്കും, ബാക്കിയുള്ള എന്താക്കും ഇസഞ്ചാക്ക് ഉപയോഗിക്കും. അടുത്ത കല്ല് കിട്ടുമ്പോൾ എന്താക്കും, ആദ്യത്തെ ഇലാഹിനെ ചാടിയിട്ട് പുതിയ ഇലാഹിനെ കൊണ്ടുവരും. ചെറിയ സനമിനെ ഉണ്ടാക്കും. മീൻ തമ്രിൻ, കാരക്ക കൊണ്ടോ ഇല ആ അജുബത്തിൽ അജുബ് ഉപയോഗിച്ചുണ്ടാക്കും, ചെറിയ ഇലാഹുകളെ ഉണ്ടാക്കും. അപ്പോൾ അബദഹു മുദ്ദത്തൻ തമ്മതീത, കുറേ കാലം ആരാധന ഹത്തായിദാഹു, വിശക്കുന്ന അവസരത്തിൽ തിന്ന്. അപ്പൊ ഇവരെയാണ് എന്താക്കേണ്ടത്, അക്കലിന്റെ ബാധിച്ച മുഴുവനും മുറിച്ച് മാറ്റിയിട്ട് എന്താക്കണം, ആ ഡുബിങ് എടുക്കണം. ചെറിയ പണിയെന്നാ വിചാരിക്കുന്നത്. നമ്മളെ ഒരു ഒരുത്തനെ കിട്ടിക്കഴിഞ്ഞാൽ ബിസ്മി പോലും മോദി കൊടുക്കാൻ കിട്ടുന്നില്ല, നമ്മളെ അനുഭവം ഇല്ലാതല്ലോ. എത്ര ശ്രമിച്ചാലും പണമെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ആകുന്നില്ല. അതിൽ ഞാൻ പറഞ്ഞു, 4 നൂറ്റാണ്ട് കാലം പറ്റി ഇപ്പം ബിസ്മിയെല്ലാം പഠിക്കാത്ത ആളുണ്ട് നമ്മളെ ക്ലാസ്സിൽ. എന്നാലും ബർക്കത്തിനോട് ഇരുന്നോട്ട് ചായ കുടിച്ചിട്ട് പോയിക്കോട്ട്. സീനും സാവും വെറുതിക്കാൻ എന്തെല്ലാം പണി എടുത്തു നോക്കുന്നു. ഞാൻ സീന പറഞ്ഞത്, സീനും സാവും പറയാം, സാവ് 2 സ്ഥാനത്ത് സീന് പറഞ്ഞ എന്താർത്ഥം, താമസിച്ചു. അതിനെ മാറ്റിയിട്ട് വസ്ത്രം തിരിച്ചു 300 കൊല്ലം വസ്ത്രം തിരിച്ചു കൊണ്ടല്ല അർത്ഥം കിട്ടിയത്. അത് പറഞ്ഞാൽ വിടൂലല്ല, കാരണം സാക്ക് വിസ്ലിംഗ് ഉണ്ടാവില്ല. അതെ, സീനിന് വിസ്ലിംഗ് ഉണ്ട്, സഫീർ. അപ്പൊ കുഞ്ഞൻ കോനെ കീച്ച മാതിരി ഉണ്ടാവും. കുറേ സീന് പറഞ്ഞ സുബ്ഹാനല്ലാഹിന്റെ സൂ 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 കേൾക്കല്ല. അപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹി പറഞ്ഞില്ല എന്ന് മനസ്സിലായി. എന്നിട്ട് 2 സൂവിന്റെ ഇടയിൽ ബാക്കി അക്ഷരം പറയാൻ ടൈം എടുത്തിട്ടില്ല. സുബ്ഹാനല്ലാഹ് ഇലാഹി സുബ്ഹാനല്ലാഹ് സുബ് സുബ് സൂ 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 30. എന്നാ ചെല്ലാണ്ടൊന്നും ഇടയാക്കാം. ഇതിനെ വെറുതെ പൊതുവിൽ പറയുന്ന പള്ളിയിൽ നിന്ന് 10 ചെല്ലാൻ നേരിലേക്ക് പലപ്പോയിട്ട് ഇരുന്നിക്കൂടെ? അത് കമ്മിറ്റിക്കാർ പറയും ചെല്ലിയിട്ടില്ല. അണ്ട് ഇലാഹി സുബ്ഹാനല്ലാഹ് സുബ് സുബ് സൂ 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 തസ്ബീഹ് എന്നാ വിചാരിക്കുന്നത്? ചെറുത് മനസ്സാക്ഷിനെ വഞ്ചിച്ചിട്ട് പണിയെടുക്കുന്നു. അപ്പോ മുവാജഹത്തു ഹാദിഹിൽ അഖലിയത്തി സഖറത്തിൽ മുതഹജ്ജിദത്തിൽ മുൻഹരിഫ, ലക്ഷ്യത്തിനെ തൊട്ട് പാളിപ്പോവുകയും കല്ല് പോലെ ഉറച്ച പാറക്കല്ല് പോലെയായ ഇത്തരക്കാരോടാണ് എന്താക്കേണ്ടത്, താങ്കൾ തൗഹീദും റിസാലത്തും കൽപ്പിക്കേണ്ടത്. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എന്റെ മാർഗത്തിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ?
സത്യത്തിനോട് ഒക്കുന്നതും രക്ഷപ്പെട്ടതുമായ ലത്തീഫായ അക്കരി. എന്തിൻ്റെ നേരത്തെ മുത്തഹജ്ജിറത്ത് എന്താകണം? പാറ പോലെ ഉറച്ചത്, അത് മാറണം. ലഹുവ അംറുൻ കബീർ, ഇത് വമ്പിച്ചൊരു ഡ്യൂട്ടിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ദലാലി പറഞ്ഞത്, അല്ലാഹുമ്മ കമാ ഖാമ ബിഅബാഇ ദിസാല വസ്തൻഖദൽ ഖൽഖ മിനൽ ജഹാല വജാഹദ അഹ്ലൽ കുഫ്രി വല്ലലാല വദആ ഇലാ തൗഹീദിക വഖാത ശദായിദ. وقاص الشدائد في إرشاد عبيدك. അപ്പൊ ഇവരെ ഏത് വഴിക്ക് തിരിച്ചെടുക്കാം എന്നുള്ളതിന് അക്കലും തജീഹ് വേണം. അതിനുള്ള മാർഗങ്ങൾ ആലോചിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ച് എന്റെ ഡ്യൂട്ടി നിർവഹിച്ചു എന്നിട്ട് പോയാലായ സഹീഹായ ഫിക്ർ വേണം. ഖുവ്വത്ത് ബയാൻ, അത് വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള ഖുവ്വത്ത് വേണം. ഫസാഹത്ത് ലിസാൻ വേണം. ബുർഹാനുൻ സാത്തിഅ് വേണം, മിന്നിത്തിളങ്ങുന്ന ബുർഹാനി. ദലീലും ഖാത്തിഉം വേണം. എല്ലാ സംശയങ്ങളും മുറിച്ചു മാറ്റുന്ന ദലീല്. ഇതെല്ലാം ഉണ്ടായാലേ ഇതെന്താക്കും? വിഷയം അവതരിപ്പിക്കാൻ കഴിയും. തഹമ്മുലിൻ അനാത്തിൻ, വളരെ സഹനശക്തിയും, വളരെ എന്താണ് അനാത്തും മറ്റേ ഹിൽമ്. വഹിൽമിൻ വസഫഹിൻ, കുറേ വിട്ടുവീഴ്ചകൾ, കുറേ ഹിൽമ്. ഇൽമും വാസിഇൻ, വാസിആയ ഇൽമ് വേണം. ബിമുഖ്തലഫിൽ ഹുജജി, ഹുജ്ജത്ത് വിവിധങ്ങളാണ്. ഒന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിച്ചിട്ട് മറന്നുകൊണ്ടിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ആര് പറഞ്ഞു? നമ്രൂദ് പറഞ്ഞ് അന ഹയ്യി വ ഉമീതു എന്ന് പറഞ്ഞപ്പോൾ എന്താക്കി? എന്നാ പിന്നെ അത് ഒന്ന് തിരിച്ചുവിട്ട് ഹുജ്ജത്ത് എന്താണ് നേരത്തെ ബിശംസി മിനൽ മശ്രിഖി ഫഅതിബിഹാ മിനൽ മഗ്രിബി ഫബുഹിതല്ലദീ കഫറ. ശൈലികളുടെ പല ഇനങ്ങളും വേണം. ഇതെല്ലാം അല്ലാഹു തആല തങ്ങൾ കൊടുത്തു. ഇതെല്ലാം നയിക്കണം. എങ്ങനെ വേണം? ആഖിൽ അങ്ങോട്ട് വർക്ക് ചെയ്യണം. വലാ റൈബ അന്ന ജമീഅ ദാലിക കാന ബിതആലീമി അഹ്കമിൽ ഹാകിമീൻ, അഹ്കമുൽ ഹാകിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താലീമാത്താണ് ഇവിടെ നടക്കുന്നത്. ആരെ വാക്കൊന്ന് പ്രാക്ടീസാക്കി എടുത്താലൊന്നും ആവൂല. വബിവഹി റബ്ബിൽ ആലമീൻ്റെ വഹിയോടുകൂടിയാണ്. ഫഇന്നഹു സുബ്ഹാനഹു വ തആല ഹുവല്ലദീ ഖത്തലഹു തരീഖദ് ദഅവ, ദഅവത്തിൻ്റെ മാർഗം വിശദീകരിച്ച് അതിനെ വരച്ച് കാണിച്ചത് അല്ലാഹുവാണ്. വബയ്യന ലഹു അസാലീബഹ, അതിൻ്റെ ശൈലിയും, വഅളഹ ലഹു മനാഹിജഹ, അതിൻ്റെ വ്യക്തമാ പാതയും വെളിവാക്കി കൊടുത്ത്. ലിയസീറ അലൈഹ, അതുമ്മ തങ്ങൾ സഞ്ചരിക്കട്ടെ എന്ന്. وقال كما قال سبحانه وتعالى ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن. അല്ലേ? 3 തരീഖ പറഞ്ഞു കൊടുത്തത്. ഹിക്മത്ത്. അപ്പം എല്ലാവരോടും ഹിക്മത്ത് നടക്കൂല. അപ്പോൾ ഒരു വിഭാഗത്തിന് മൗലത്തുൽ ഹസനത്ത് വേണം, ഒരു വിഭാഗത്തിനോട് മുജാദല വേണം. ആ മുജാദല തന്നെ നമ്മൾ ഇന്നലെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം പഠിപ്പിക്കുന്ന ആൾ പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നീ കേട്ടിനാമോ? ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി, അല്ലാഹുവിന്റെ സബീലും വിട്ട് തെറ്റിയാൾ അല്ലാഹ്ക്കറിയാം. അപ്പോൾ ഓരോരുത്തർക്കും ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ചിലരോട് ഹിക്മത്ത്, ചിലരോട് മൗലത്തുൽ ഹസനത്ത്, ചിലരോട് മുജാദല. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ ولكن تعاليم الإلهية والإيحاءات الربانية, എങ്കിലും ഇലാഹായ അള്ളാഹുവിൻ്റെ താലീമാത്തുകൾ, അതുപോലെ റബ്ബിൻ്റെ വഹിയറിയിക്കൽ, ലാ ബുദ്ദ ലഹാ മിൻ അഖലിൻ കബീരൻ, അത് ഏറ്റുവാങ്ങി സ്വീകരിച്ച് നടപ്പിൽ വരുത്തണമെങ്കിൽ അഖലും കബീർ വേണം. മുശ്രിഖിൻ മുനീർ, വളരെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശിക്കുന്ന അഖല് വേണം. ഫഖദ് അഅദ്ദഹു അല്ലാഹു തആല ലിഹംലിഹാ, അത് ചുമക്കാൻ വേണ്ടി അല്ലാഹു തആല തങ്ങളെ തയ്യാറാക്കി പടച്ചതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ തത്ബീഖിഹാ, അതിനെന്താക്കണം? നടപ്പിൽ വരുത്തണം, പ്രായോഗികമാക്കണം. വതൻസീലിഹാ ഫീ മനാസിലിഹി ലായിഖതി ബി, അനുയോജ്യമായ സ്ഥലങ്ങളിൽ. അതുകൊണ്ട് ഫഇന്നന്നാസ തതഫാവതു മറാത്തിബുഹും, ജനങ്ങളെ മർത്തബ പലതരത്തിലാണ്. ഹിക്മത്ത് കൊണ്ടെന്നാക്ക് എന്ത് പറ്റൂല? മൗലത്തുൽ ഹസനത്ത് നടക്കൂല. അത് കൊണ്ടെന്നാക്ക് ഹിമത്ത് നടക്കൂല. മുജാദല കൊണ്ടെന്നാക്ക്
മറ്റേ പറഞ്ഞിട്ട് കഴിയില്ല. അതാ പറഞ്ഞു ഹിക്മത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കും, ഉടനെ കീഴ്പ്പെടുകയും വസ്തസ്ലമലി അംരിഹ, ആ കാര്യത്തിന് കീഴൊടുങ്ങുകയും ചെയ്തു. വമിൻഹും ചിലരുണ്ട് മൻ അഖദത ബിനഫ്സിഹി ശഹവാത്തുൽ മുഫ്രിതതു, അതിര് വിട്ട് കടന്ന ഇഫ്രാത്ത് വന്ന ഷഹവാത്ത് പിടികൂടിയ ആളുണ്ട്. എന്താ അത് പിടിച്ചത്? പിടിക്കേണ്ടതെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വാഴ്ന്ന് പറഞ്ഞു കൊടുക്കണം. ഇയാൾക്ക് സംഭവിച്ച അബദ്ധം എന്തൊക്കെയാണെന്ന് തദ്കീറാക്കിയിട്ടുണ്ട്. അയാൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ആക്കിബത്ത് എന്താവുന്ന വാഴ്ന്ന് പറഞ്ഞു കൊടുക്കണം. വമിൻഹും ചിലരെന്താ മൻ തസല്ലതത് അലാ ഖൽബിഹി ശുബ്ഹാത്തുൽ ഇഅ്തിഖാദിയ്യത്തുൽ ഫാസിദായ ഇഅ്തിഖാദിന്റെ ശുബ്ഹാത്ത് ചില കൽബുകളെ പിടിച്ചടക്കിയിട്ടുണ്ട്. ഈ പണ്ടും പണ്ടേയുണ്ടല്ല, കഞ്ഞിമൂലിയുണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട്. ഫഹുവ യഹ്താജു ഇലാ മാ യുസീലുഹാ മിൻ ഖൽബിഹി, അത് കൽബിൽ നിന്ന് പറിച്ചറിയാൻ ആവശ്യമായത് വേണം. ബിൽ ഹുജജിൽ ഖാതിഹായ ഹുജ്ജത്ത് കൊണ്ടുവരണം. വൽ ജദലി ബില്ലത്തി ഹിയ അഹ്സൻ, മെച്ചമായ രീതിയിൽ എന്താകണം, ആ വാദപ്രതിവാദം നടത്തേണ്ടി വരും. അപ്പൊ മൂന്നെണ്ണം ഇല്ലേ. വലിദാ നബ്ബഅ അല്ലാഹു തആല അസാലീബ ദഅവ, ദഅവത്തിന്റെ ശൈലികൾ എന്താക്കി അല്ലാഹു തആല 3 തരമാക്കി മാറ്റി. യന്നകല്ല ഉസ്ലൂബിൻ ലഹു മൗഖിഉഹു, ഓരോ ശൈലിക്കും അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. വാസറുഹു വ മൗളിഉഹു, മാറ്റി പ്രയോഗിച്ചാൽ ശരിയാവില്ല. വമിൻ ഹുനാ യുഅലമു യഖീനൻ, അപ്പോൾ ഇതിൽ കൂടി മനസ്സിലാക്കാം അന്ന അഖലൽ ഉഖലായി ഹുവ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ തന്നെയാണ് അഖലുൽ ഉഖലാ. അപ്പം എന്താ ഈ ഒന്നാമത്തെ കാര്യം ഇത്? അഭിമുഖീകരിക്കാൻ പോകുന്ന രംഗം പൂർണ്ണമായി തസ്ലീം ചെയ്യുന്ന ആരല്ല, ചുരുക്കം ആളുണ്ട്. സിദ്ദീഖ് തങ്ങളെ പോലത്തെ ആള് നാട്ടിൽ മാത്രമല്ലല്ലോ, പുറംനാട്ടിൽ നിന്നും വരൂലേ, ജൂതനസാറാക്കൾ വരുമല്ലോ. തങ്ങളെ ചോദിച്ചിട്ട് ഉത്തരം മുട്ടിക്കാനായിട്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഇതെന്ന് പരിപാടി ചെയ്തിട്ട് വരുമല്ലോ. അവിടെ പോയിട്ട് വെള്ളം കുടിപ്പിക്കണമെന്ന് എവിടെയും തോറ്റിട്ടില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കുറച്ചും ഇതോന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ശൈലി മനസ്സിലാക്കണം. ഇനി സാനിയൻ, അങ്ങനെ ഓരോന്നെണ്ണു.